വിശ്വാസി സഭയിൽ എന്നുള്ള വിഷയമാണ് ഇന്ന് രാത്രിയിൽ ഞാൻ കൈകാര്യം ചെയ്യാനായിട്ട് കർത്താവ് എനിക്ക് പ്രേരണ തന്നിട്ടുള്ളത്. ഒരു വിശ്വാസി സ്ഥലം സഭയിൽ പ്രയോജനപ്പെടേണ്ടതിന് അവൻ ഓർക്കേണ്ടുന്ന, അവൻ ആചരിക്കേണ്ടുന്ന, ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ദൈവദാസൻ ഓർമ്മിപ്പിച്ചതുപോലെ അതറിയാത്ത പ്രിയപ്പെട്ടവരല്ല ഇവിടെ ഉള്ളത്. ഇത് നന്നായിട്ട് നിങ്ങൾക്കറിയാം. എന്നാൽ ദൈവം എനിക്ക് തന്നത് യഹോവയുടെ അരുളപ്പാട് അത് പറയുക എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതിനാധാരമായിട്ട് നമുക്ക് ഒരു വേദഭാഗത്തിലേക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ മനസ്സിൽ തന്ന ഒരു വേദഭാഗം, അതിന് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം, അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ പ്രിയ ബിനു സഹോദരൻ വായിച്ച് കേൾപ്പിക്കും. ദൈവേഷ്ടത്താൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സോസനോസും കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് ക്രിസ്തയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർക്ക് തന്നെ എഴുതുന്നത്: നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവനിൽ നിങ്ങൾ സകലത്തിലും, വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. ഈ വേദഭാഗത്ത് നിന്ന് ഏതാണ്ട് പ്രധാനമായും 5 കൂട്ടം കാര്യങ്ങളെങ്കിലും ഒരു വിശ്വാസി സഭയിൽ പ്രയോജനപ്പെടുവാൻ ശ്രദ്ധിക്കേണ്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ ഞാൻ അധികം മുഖവുര കൂടാതെ 1-ാമത്തെ വിഷയത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഒന്നാമതായിട്ട്, ഒരു സ്ഥലം സഭയിൽ വിശ്വാസി പ്രയോജനപ്പെടാൻ ശ്രദ്ധിക്കേണ്ടുന്ന ആദ്യത്തെ കാര്യം എന്താണ് എന്നുള്ളത് ഒരു പദത്തോട്, ഒരു വാക്കിനോട് ബന്ധപ്പെട്ടാണ് 1-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുക. ആ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ദൈവേഷ്ടത്താൽ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സോസ്തനേസും. അടുത്തത് കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക്. ഒരു കൺവെൻഷനായിട്ടല്ല ഞാൻ സംസാരിക്കുന്ന, ക്ലാസ് ആയിട്ടാണ്. അപ്പോൾ ഒന്നാമതായിട്ട് ഒരു വിശ്വാസി സഭയ്ക്ക് പ്രയോജനപ്പെടണമെങ്കിൽ, പ്രാദേശിക സഭയിൽ കർത്താവ് ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണമെങ്കിൽ അവൻ മനസ്സിലാക്കേണ്ടുന്നൊരു വസ്തുതയുണ്ട്, നമുക്കറിയാത്തതല്ല. അവനെ ദൈവമാക്കി വെച്ചിട്ടുള്ള പ്രാദേശിക സഭയെക്കുറിച്ചുള്ള ഉന്നതമായൊരു ബോധ്യം, ദ ഡീപ് കൺവിക്ഷൻ കൺസേണിങ് ദ ലോക്കൽ അസംബ്ലി, അവനായിരിക്കുന്ന പ്രാദേശിക സഭയെക്കുറിച്ചുള്ള വലിയൊരു ബോധ്യം അവനുണ്ടാകണം. ആ ബോധ്യം എന്താ? അവൻ എവിടെ ആക്കി വെക്കപ്പെട്ടിട്ടുള്ളത്? അവിടെ ഒരു പദമുണ്ട്, എന്താ? കൊരിന്തിനോട് പറയുകയാണ്, കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക്. അങ്ങനല്ലേ? കൊരിന്തിലുള്ള ദ ചർച്ച് ഓഫ് ഗോഡ്, കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക്. അപ്പോൾ ആദ്യമായിട്ട് ഞാനിങ്ങനെ പറയട്ടെ, നമ്മൾ സഭയിൽ പ്രയോജനപ്പെടാൻ ആദ്യം തന്നെ നമ്മുടെ സഭ ഏതുമാകട്ടെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം എന്നെ ആക്കി വെച്ചിട്ടുള്ളത് ഏതെങ്കിലും മാനുഷിക സംവിധാനത്തിൽ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ സഭയിലാണ്. പ്രിയപ്പെട്ടവരെ, ഈ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വളരെ ആഴത്തിൽ വരാനായിട്ട് സാധിക്കണം. ഈ ഒരൊറ്റ പദം ഞാനങ്ങ് വ്യക്തമായിട്ട് പറയാം. ഈ ഒരൊറ്റ പദം ദൈവത്തിൻ്റെതാണ്, ഞാൻ ഉൾപ്പെടുന്ന സഭ എന്ന ബോധ്യം ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ആഴത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനവൻ്റെ പ്രാദേശിക സഭയെ ധാരാളമായിട്ട് ആത്മാർത്ഥമായി സ്നേഹിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. എന്നെ കമൻറ്റ് ചെയ്ത സ്ഥലം സഭ, ഞാൻ വളർന്ന സ്ഥലം സഭ ഏതാണ്ട് 70ഓളം പേരുണ്ടായിരുന്നു. അതിനുശേഷം അടൂരിലേക്ക് വന്നപ്പോൾ അതേതാണ്ട് പപ്പ എവിടെ വന്നപ്പോഴത്തേക്കും ഒരു 10-80 പേരുള്ള സ്ഥലം സഭയായി മാറി. അവിടെ നിന്ന് കോയമ്പത്തൂരിൽ ഞാൻ ആദ്യം ചെന്ന സ്ഥലത്ത് 2 കുടുംബങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അടുത്ത സഭയിൽ ദൈവം എന്നെ ആക്കിയപ്പോൾ 55 കുടുംബം ഉണ്ടായിരുന്നു. ഇന്ന് നെടുമ്പാശ്ശേരിയിൽ ഞങ്ങൾ 22 പേരെ കർത്തൃമേശയിലുള്ളൂ. അപ്പം ഞാൻ ഒരു കാര്യം പറയാം, ദൈവത്തിൻ്റെ സഭയിൽ പലപ്പോഴും പിശാച് വിശ്വാസിയുടെ ഹൃദയത്തിൽ കൊണ്ടുവരുന്നൊരു ചിന്തയുണ്ട്. എന്താ? നിന്റെ സഭ ചെറുതാ, അല്ലെങ്കിൽ നിന്റെ സഭ ഇത്രയേ ഉള്ളൂ, അതിനേറെ പരിമിതിയുണ്ട്,
അതുകൊണ്ട് നീ ആ പരിമിതികളെ കൂടുതലായിട്ട് കാണുകയും നീ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എന്ന് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ, എത്ര വിശ്വാസികൾ അതൊരു മാരകമായ കുറ്റമായിട്ട് ഇന്ന് രാത്രി മനസ്സിലാക്കിയിട്ടുണ്ട്. ദൈവം തരുന്നത് പറയാനേ എനിക്ക് നിർവാഹമുള്ളൂ. ഞാൻ വളരെ വ്യക്തമായി പറയാം, നാം ആയിരിക്കുന്ന പ്രാദേശിക സഭ ഏത് സ്ഥലത്തുമാകട്ടെ, അതിൻ്റെ അംഗപരിമിതി ഏതുമാകട്ടെ, വളരെ വ്യക്തമായി പറയട്ടെ, ആ പരിമിതികളുടെ അടിസ്ഥാനത്തിലേ അല്ല, മറിച്ച് ഞാൻ ആയിരിക്കുന്ന സഭയിൽ പ്രയോജനപ്പെടണമെങ്കിൽ എൻ്റെ ഉള്ളിൽ ആഴത്തിൽ വരേണ്ടുന്നൊരു ഡീപ്പ് കൺവിക്ഷൻ ഉണ്ട്. അത് മറ്റൊന്നല്ല, ദൈവം എന്നെ ആക്കിയിട്ടുള്ള സഭ അത് ദൈവത്തിൻ്റെ സഭയാ. എത്ര മനോഹരമായ പദമാണെന്നറിയാമോ? ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് ഈ നെടുമ്പാശ്ശേരിയിലേക്ക് കർത്താവിൻ്റെ വേലയ്ക്ക് അടൂരുള്ള സ്ഥലം സഭ പ്രാർത്ഥിച്ചെന്നെ വിട്ട് 2010 ചെന്നു. 2013 ഒരു സഭയുണ്ടായി, 4 കുടുംബങ്ങളാണ്. അതിൽ ജോലിക്കാരായ പല പ്രിയപ്പെട്ടവരുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ഒരുപാട് ഗ്രൂപ്പ് സോങ് പാടിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഗ്രൂപ്പ് സോങ് ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആ ദൈവസഭയുടെ പരിമിതികളേറെയാ. എൻ്റെ ഹൃദയത്തിൽ ഒരിക്കൽ വലിയ നിരാശയുണ്ടായി. ആ നിരാശ ഇതായിരുന്നു, ആര് കാണാനാ, ആരറിയാനാ, ഇവിടെ ഇരുന്നാൽ എത്ര പേരുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ പ്രായോഗികമായി നൽകിയ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാത്രി ഈ ക്ലാസ് ഞാൻ തുടക്കം കുറിക്കുന്നത്. കർത്താവ് എന്നോട് പറഞ്ഞ കാര്യമാ, നീ ചെറിയ സഭയെന്നാകട്ടെ വലിയ സഭയെന്നാകട്ടെ, നീ ഇതിനെ സ്നേഹിക്കേണ്ടത് നിന്റെ കടമയാ. കാരണം ഇത് കൊരിന്ത്യരോട് പറയുന്നത് പോലെ ഇതിൻ്റെ ആൾബലത്തിലല്ല, അതിൻ്റെ ഭൗതിക അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഇത് ദൈവത്തിൻ്റെ സഭയാണ്. ഇന്ന് രാത്രിയിൽ ബാക്കി എല്ലാം തൽക്കാലം വിട്ടോ, പ്രയോജനപ്പെടാൻ ഈ ഒരൊറ്റ ചിന്ത ഹൃദയത്തിൽ അങ്ങോട്ട് ആഴത്തിൽ കയറിയാൽ ഇന്നു മുതലുള്ള നമ്മുടെ സഭാജീവിതത്തിൽ സാരമായിട്ടുള്ള മാറ്റം സംഭവിക്കും. ഞാൻ ആക്കി വയ്ക്കപ്പെട്ടിട്ടുള്ളത് യാദൃച്ഛികമായിട്ടല്ല, ദൈവം എന്നെ കൊണ്ടുവന്നത്. ആ സഭ അത് ദൈവസഭയാ. ഞാനൊരു കാര്യം ഇങ്ങനെ പറയാം മുമ്പിലേക്ക് വരുമ്പോൾ. നിങ്ങൾ നോക്കുക, അപ്പോസ്തലനായ പൗലോസ് എത്ര അഭിമാനത്തോടെയും എത്ര ആദരവോടെയുമാണ് ഈ പദം ഉപയോഗിക്കുന്നത്. ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, ഈ അപ്പോസ്തലനായ പൗലോസ് നമ്മളെക്കാൾ ശുശ്രൂഷ തലങ്ങളിൽ കുറഞ്ഞ ആളൊന്നും ആയിരുന്നില്ല. എന്തുമാത്രം ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട അനുഗ്രഹീതനായ ഒരു ദൈവദാസന അല്ലേ. നാം അറിയുന്നത് പോലെ എത്രയോ വെളിപ്പാടുകൾ, എത്രയോ ദർശനങ്ങൾ, എത്രയോ കാഴ്ചപ്പാടുകൾ, എത്രയോ സഭാ രൂപീകരണങ്ങൾ, എന്തുമാത്രം യാത്രകൾ, എത്ര ശിഷ്യവൃന്ദങ്ങൾ തനിക്കുണ്ടായിരുന്നു. താൻ നിൽക്കാത്ത ഇടങ്ങളില്ല, രാജാക്കന്മാരുടെ മുൻപിൽ, ജയിലുകളിൽ, തന്നെ ദൈവമാക്കിയ ഏത് സ്ഥലങ്ങളിലും നാം സ്വപ്നം കാണുന്നതിൽ അതീതമായി ഉപയോഗിക്കപ്പെട്ട ആ ദൈവദാസന്റെ ആറ്റിറ്റ്യൂഡ് താൻ സഭയോട് പ്രകടിപ്പിക്കുമ്പോൾ താൻ പറയുന്നത് എന്തെങ്കിലും ഒരു പദത്താലല്ല, മറിച്ച് ഓരോ സഭകളെയും താൻ അഭിസംബോധന ചെയ്യുമ്പോൾ പലപ്പോഴും താൻ ഉപയോഗിക്കുന്ന അനുഗ്രഹീതമായ പദമാണ് എന്ത്? ദൈവസഭ എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയത്തിലൊക്കെ പലപ്പോഴും പിശാച് നമ്മൾ എന്തൊക്കെയോ ആണ് എന്ന് കൊണ്ടുവരാറുണ്ട്. ശുശ്രൂഷയിലൊന്ന് വർദ്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ സഭയിലൊന്ന് പ്രയോജനപ്പെടുമ്പോൾ, ഏതെങ്കിലും ഭൗതികമായ കാര്യത്തിൽ വർധനവുണ്ടാകുമ്പോൾ, ഇന്ന് രാത്രി പറയട്ടെ, ദൈവത്തിൻ്റെ സഭയെ മാനിക്കാത്ത ഒരാൾ കർത്താവിനെ മാനിക്കുന്നുവെന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു പച്ചക്കള്ളമാണ്. അങ്ങനെ ഒരു കാര്യം വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. നമ്മളായിരിക്കുന്ന സഭയ്ക്ക് എന്തെല്ലാം കുറവുകൾ ഉണ്ടാകട്ടെ. ഞാനൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു പോകാം. നമ്മുടെ വീട്ടിലൊരു കുറവുണ്ടായാൽ നമ്മളെല്ലാവരും വിളിച്ചു പറയുമോ? നമ്മുടെ വീട്ടിൽ ഒരു തെറ്റു വന്നാൽ അയൽപക്കക്കാരോട് അറിഞ്ഞോ എന്ന് ചോദിച്ചു പറയുമോ? ഞാൻ കണ്ടിട്ടുണ്ട് മാരകമായ കുറവുകളുള്ള കുടുംബങ്ങൾ പോലും മറ്റാരെയും അറിയിക്കാതെ അവരുടെ കുടുംബത്തിൻ്റെ അഭിമാനത്തെ സംരക്ഷിച്ച് സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഉള്ളിൽ തന്നെ ഒതുക്കി പരിഹരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ആരെങ്കിലും അവനവനെ ദൈവം തമ്പുരാൻ ആക്കി വെച്ച സഭയുടെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ, അത് നിന്റെ ഗ്രഹകാര്യമാണ്. നീ കർത്താവിനോട് മാത്രം പറഞ്ഞ് നിന്റെ സഭയെ നീ സ്നേഹിക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. പണ്ടൊരു ഉപദേശിയോട് ഒരാൾ ചോദിച്ച ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുള്ളതാ, എവിടാന്നൊന്നും ചോദിക്കരുത്. നിങ്ങൾ അങ്ങനെയുള്ള ആളാണെങ്കിൽ നിങ്ങൾക്കത് ബാധകമാ. ഞാൻ കള്ളമൊന്നും പറയുകയില്ല. ഈ മനുഷ്യന് ഈ ഉപദേശിയോട് ചോദിച്ചു, എൻ്റെ സഭയ്ക്ക് ഒത്തിരി കുറവുണ്ട്, അതുകൊണ്ട് എനിക്കൊരു ആഗ്രഹമുണ്ട്, പ്രശ്നമില്ലാത്ത ഒരു സഭ എനിക്ക് അവിടെ പോകണം, എനിക്ക് പ്രശ്നമില്ലാത്ത സഭയൊന്ന്
കാണിച്ചു തരണം. ആ ഉപദേശി കുറച്ചു നേരം മിണ്ടാൻ നിന്നിട്ട് പറഞ്ഞു, പ്രശ്നം ഏതെങ്കിലും ചെറിയൊരു കുറവില്ലാത്ത സഭകൾ വളരെ കുറവാണ്. ഇനി അഥവാ ഉണ്ടെന്നിരിക്കട്ടെ, ദയവേത് നീ അവിടെ പോകരുത്. കാര്യം എന്നാ, നീ പോയാൽ അവിടെ എന്തുണ്ടാകും? പ്രശ്നം ഉണ്ടാവും. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ മറക്കരുത് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സഭയെ ഏറെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. കർത്താവ് നമ്മളോട് കണക്ക് ചോദിക്കുമെന്നും ദൈവം തന്നിട്ടുള്ള കൃപാവരങ്ങൾ ഞാൻ ജ്വലിപ്പിക്കേണ്ടത് എൻ്റെ പ്രാദേശിക സഭയിലാണെന്നും ഞാൻ അലഞ്ഞ് നടക്കേണ്ടവനല്ലെന്നും എൻ്റെ പ്രാദേശിക സഭയോടുള്ള ഉത്തരവാദിത്തം കർത്താവിനോട് ഞാൻ ബോധിപ്പിക്കേണ്ടതാകയാൽ ഇന്ന് രാത്രി സഭയിൽ പ്രയോജനപ്പെടാൻ ഒന്നാമത്തെ വിഷയത്തിൻ്റെ ആമുഖമായി ഞാൻ പറയട്ടെ, ഈ പദം മറക്കരുത്. കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് നമ്മൾ ആക്കിയിരിക്കുന്ന സഭകളുടെ സ്ഥലങ്ങളൊക്കെ ചേർത്തിട്ട് ഞാൻ എന്നോട് പറയണം, നെടുമ്പാശ്ശേരിയിലുള്ള ദൈവസഭയ്ക്ക്, ഇത് മല്ലപ്പള്ളിയിലുള്ള ദൈവസഭയ്ക്ക്, ആനിക്കാടുള്ള ദൈവസഭയ്ക്ക്, ഇതിൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാ സ്ഥലങ്ങളും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഓരോ സഭകളും വളരെ വ്യക്തമായി ദൈവത്തിൻ്റെതായതുകൊണ്ട് ഇന്ന് രാത്രി മറക്കരുത്, നാം സഭയെ സ്നേഹിക്കണം. അതിന് ഈ പദം ഉപയോഗിക്കണം, അത് മറക്കരുത്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദൈവസഭയോട് ബന്ധപ്പെട്ട് ഓർത്തിരുന്നാൽ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. അതിലൊന്നാമത്തെ വിഷയം എന്താണെന്നറിയാമോ? ഞാനതിന് വാക്യവും എടുക്കാം, ഞാനത് പറയുകയും ചെയ്യാം. ഒന്ന് എടുത്തു വെച്ചാട്ടെ. മത്തായി സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം വായിക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഒന്നാമത്തെ വിഷയം, ദൈവസഭ അതിനെ സ്നേഹിക്കണം, ബഹുമാനിക്കണം എന്ന് പറയുമ്പോൾ അതിൽ 3 കൂട്ടം കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, എൻ്റെ സഭയുടെ യജമാനൻ ഞാനേ അല്ല. പിന്നെ ഞാൻ ആരാ? ഞാൻ അവിടെ സാധാരണ ദൈവമാക്കി വെച്ച ഒരാളാണ്. ഞാനതിൻ്റെ ഒരു സൂക്ഷിപ്പുകാരനാണ്, ഞാനതിൻ്റെ ഒരു അംഗമാ. ഞാൻ ഉൾപ്പെടുന്ന പ്രാദേശിക സഭയ്ക്ക് ഒരൊറ്റ യജമാനൻ മാത്രമേ ഉള്ളൂ. ആ യജമാനൻ ആരാ? നമ്മുടെ കർത്താവാണ്. നെടുമ്പാശ്ശേരിയിൽ ഞാൻ പോയി അധ്വാനിച്ച കൂടി വരവാ. പക്ഷേ ഞാൻ പറയട്ടെ, ഞാൻ ആ സഭയുടെ മാസ്റ്ററേ അല്ല, ഞാനൊരു കസ്റ്റോഡിയൻ മാത്രമാണ്. ആ സഭയിലെ വിശ്വാസികളെ ശുശ്രൂഷിക്കുവാൻ ദൈവം വിളിച്ച കേവലം ഒരു ശുശ്രൂഷക്കാരനാണ് ഞാൻ. എനിക്ക് പ്രത്യേകമായിട്ടുള്ള യാതൊരു അവകാശങ്ങളും അവിടെയില്ല. കാര്യം എന്നാ, ഇത് ദൈവസഭയായതുകൊണ്ട് ഞാൻ ആദ്യമേ ഓർക്കേണ്ടത് ഇത് കർത്താവാണ് ഇതിൻ്റെ യജമാനൻ. ആ ചിന്ത വന്നാൽ എത്ര ഭക്തിയോടെ നമ്മളെ തന്നെ നമ്മൾ സൂക്ഷിക്കുമെന്നറിയാമോ? നമ്മുടെ സഭയിൽ അയോഗ്യമായ ഒരു വാക്കുപോലും പിന്നെ നമ്മൾ എന്ത് ചെയ്യത്തില്ല, പറയുകയില്ല. വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട്, കോതമ്പ് മണി നിലത്തു വീണ് ചത്തുവെങ്കിൽ വളരെ ഫലം കൊടുക്കും, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അത് തനിയായിരിക്കും. നമ്മൾ സഭയിലൊക്കെ ആയിരിക്കുമ്പോൾ ഈ ഒരു വാക്ക് അങ്ങ് ശ്രദ്ധിച്ചോണം. ദൈവത്തിൻ്റെ സഭ, ആ ദൈവത്തിൻ്റെ സഭയിൽ ഞാൻ കൃപയാൽ ആക്കി വെക്കപ്പെട്ട ഒരാളാ. ഞാൻ അതിൻ്റെ യജമാനനല്ല. ദൈവം മുൻപാകെ ഞാനൊരു ശുശ്രൂഷക്കാരനാ. ആ സഭയിലെ ഏത് വിശ്വാസിയുടെയും കുറവിനെ മനസ്സിലാക്കിയിട്ട് അവരെ ക്രിസ്തുവിൽ നിലനിർത്തുവാൻ എനിക്ക് എന്തുമാത്രം താഴാമോ അത്രത്തോളം താഴാനായിട്ട് എനിക്ക് കഴിയണമെന്ന് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവവേദിലും ചിന്തിച്ചാൽ നിങ്ങളുടെ സഭകൾ അതേത് സഭയായാലും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരും. ഞാനൊരു വാക്യം നിങ്ങളോട് വായിക്കാം, ഈ ചിന്ത മനസ്സിൽ വെച്ചോണ്ട്. ഞാനല്ല യജമാനൻ, പിന്നെ ആരാ? കർത്താവ്. അതാ മത്തായി സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നൊരു പദമുണ്ട്. ഞാനതങ്ങ് പറയാം ബ്രദറെ. ഞാൻ എൻ്റെ, ഒന്ന് പറ, ഞാൻ എൻ്റെ സഭയെ പണിയും. വേറെ വാക്യമൊന്നും ഞാൻ പോകുന്നില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ ആരുടെ സഭയെ പണിയും? നിന്റെ സഭയെ പണിയുമെന്നല്ല. അല്ലെങ്കിൽ വിശ്വാസിയെ നിന്റെ പണം കൊണ്ട് വാങ്ങിയ ആ ഭൂമിക്ക് നീ അധിപനാണെന്നല്ല. നിന്നെ ഞാൻ അയച്ചു, നീ പോയി അധ്വാനിച്ചത് കൊണ്ട് നിന്റെ സഭയെ ഞാൻ പണിയുമെന്നല്ല കർത്താവ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും. നീ ആ സഭയിൽ ആക്കി വെക്കപ്പെട്ട ആളാണ്. ആ സഭയ്ക്ക് ഒരു യജമാനൻ മാത്രമേ ഉള്ളൂ. ആ യജമാനൻ ആരാ? അത് ഞാനാ. ഇന്ന് രാത്രി വലിയ ബൃഹത്തായ വിഷയങ്ങളൊന്നുമല്ല, ദൈവം എന്നോട് ഇവിടെ പറയാൻ പറഞ്ഞ വിഷയങ്ങളാ. ഇന്ന് രാത്രി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഈ ചിന്ത എത്ര പേർക്ക് ഹൃദയത്തിൽ വരാനായിട്ട് സാധിക്കും? സഭയിൽ എന്തെങ്കിലുമൊക്കെ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ശുശ്രൂഷകളെ പറ്റിയുള്ള ബോധ്യത്തിലല്ല ഞാനത് പറയുന്നത്, ആ വിഷയമേ അല്ല ഞാൻ പറയുന്നത്. സ്വയത്തിൽ അധിഷ്ഠിതമായി ഞാൻ എന്തൊക്കെയോ ആണ് എന്ന് പ്രാദേശിക സഭയ്ക്കുള്ളിൽ നിനക്ക് ചിന്തയുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഈ വാക്യം എപ്പോഴും വായിച്ചോണം. നീ എന്തെങ്കിലുമൊക്കെ ആണെന്ന് തോന്നുമ്പോൾ
ഈ വാക്യം കുറിച്ചു വെച്ച് വായിച്ചോണം. ആ വാക്യം നിന്നോട് ഇടപെട്ടുകൊണ്ടേയിരിക്കും. ആ വാക്യം നിന്നെ ഒരു കാര്യം ബോധ്യപ്പെടുത്തും. അത് മറ്റൊന്നല്ല, അല്ലയോ മകനെ, അല്ലയോ മകളെ, നീ താണിരിക്കുക, നീ യജമാനനല്ല. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. ഈ പണിയപ്പെടുന്ന സാർവത്രിക സഭയാണെങ്കിലും അത് പ്രാദേശിക തലത്തിലേക്ക് വരുമ്പോൾ ദൈവം പറയുകയാ, ഇതിനൊരു യജമാനനുണ്ട്, ചോദിക്കാനും പറയാനും ഒരാളുണ്ട്. അത് മറ്റാരുമല്ല, ചങ്കിലെ ചോര തന്ന് വീണ്ടെടുത്ത ഞാൻ ഇതിൻ്റെ യജമാനനായിട്ടുണ്ട്. അപ്പോൾ ഒരു സംശയം നമ്മുടെ മനസ്സിൽ വരാം. ഈ സംശയം പലയിടങ്ങളിൽ വരുന്നതാണ്. സഭയിൽ തെറ്റായൊരു കാര്യം കണ്ടു, എങ്ങനെ പ്രതികരിക്കും? അതിൻ്റെതായിട്ടുള്ള വഴിയുണ്ട്. ആ വഴികളെല്ലാം തൽക്കാലം നിർത്തിക്കൊണ്ട് ഞാൻ ഒരു വാക്ക് മാത്രം പറയാം. യേശുക്രിസ്തുവെന്ന സഭയുടെ കാന്തനോട് സഭയ്ക്കകത്ത് അയോഗ്യമായ ഒരു കാര്യം കണ്ടാൽ സഭയിലെ വിശ്വാസികൾ ഏകമനസ്സോടെ ചെന്ന് പറഞ്ഞാൽ അത് പരിഹരിക്കേണ്ടുന്ന സമയത്ത് ദൈവം പരിഹരിക്കുക തന്നെ ചെയ്യും. സംശയമൊന്നും വേണ്ട. അതെങ്ങനെയാണ് നമ്മളാരും ദൈവത്തിന് ക്ലാസ് എടുക്കണ്ട, നമ്മൾ ദൈവത്തിന് പറഞ്ഞു കൊടുക്കണ്ട, ദൈവത്തിന് കാലപരിധി വെക്കണ്ട. ദൈവത്തിന് അറിയാം തൻ്റെ സഭ എങ്ങനെ കൊണ്ടുപോകണമെന്ന്. ആ സഭയിൽ ദൈവം എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രി വളരെ വ്യക്തമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഒരു പക്ഷേ നീ തളർന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ നിരാശനായി തീർന്നിട്ടുണ്ടെങ്കിൽ, ചില കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സ് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ, നീ ഓർക്കുക, ഈ സഭയുടെ കാന്തൻ മരിച്ചു പോയവനല്ല. ഈ സഭയുടെ കാന്തൻ ഉയർത്തെഴുന്നേറ്റവനാണ്. ഈ സഭയുടെ കാന്തൻ ജീവിക്കുന്നവനാണ്. അവിടുന്ന് പ്രവർത്തിക്കുന്ന ദൈവമാ. ആ ദൈവം നിശ്ചയമായിട്ടും നമ്മളായിരിക്കുന്ന ചെറിയ കൂട്ടങ്ങളെ പരിപാലിക്കുന്നവനാണ്. ദൈവസഭ. ആ വാക്ക് ആദ്യം ഓർമ്മിപ്പിക്കുന്നത് ഞാൻ താണിരിക്കണം, ഞാൻ യജമാനനല്ല. അതാണ് മത്തായി 16:18. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ഈ ദൈവസഭ എന്ന പദം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, പ്രയോജനപ്പെടേണ്ടതിന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പ്രാദേശിക സഭയ്ക്ക് വലിയ വിലയുണ്ട് എന്നുള്ളതാണ്. വലിയ വിലയുണ്ട്. രണ്ടാമത്തെ വിഷയം, ഒന്നാമത്തെ വിഷയത്തിൽ രണ്ടാമത്തെ കാര്യം, ദൈവസഭ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത് ഞാനാണ് യജമാനൻ. മത്തായി 16:18. രണ്ടാമത്തെ കാര്യമായിട്ട് കർത്താവ് പറയുന്നത് സ്വർഗം ഈ സഭയെ ഏറ്റവും വിലയുള്ളതായി കാണുന്നു എന്നുള്ളതാ. അങ്ങനെ പറയാൻ കാര്യം എന്നാ? ഒന്നാമത്തെ വാക്യം നമുക്കറിയാം. പ്രവൃത്തികളുടെ പുസ്തകം, അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചാട്ടച്ച 20-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യമാണ് നമുക്ക് ആദ്യത്തെ കാര്യമായിട്ട് കാണുവാൻ കഴിയുക. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ. മതി. നിങ്ങളെ തന്നെയും. പിന്നെ എന്നാ പറയുന്നത്? കർത്താവ് സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭ. അതാ ഞാൻ പറഞ്ഞല്ലോ, വലിയ വിഷയങ്ങളൊന്നും അല്ല. എനിക്ക് കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്നപ്പോൾ ദൈവം എന്നോട് പറഞ്ഞ കാര്യമാണ്, ദൈവസഭയെ ബഹുമാനിക്കാൻ, ദൈവസഭയെ ആദരിക്കുവാൻ, സഭയിൽ പ്രയോജനപ്പെടുവാൻ, അത് ദൈവസഭയാണെന്ന വിഷയത്തിൽ രണ്ടാമത്തെ കാര്യം, എൻ്റെ സഭയെ ഞാൻ ഏറ്റവും വിലയുള്ളതായി കാണണം. ഇടയ്ക്ക് കയറി ഒരു കാര്യം പറയാം. ഈ പലർക്കും മറ്റൊരു സഭയെ പ്രശ്നം ഉണ്ടായെന്ന് കേട്ട ഒരു സന്തോഷമാണ്. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രശ്നം ഉണ്ടായില്ലേ, അത് പറയുമ്പോൾ മുഖത്ത് എന്തോ ഒരു വലിയൊരു ഗ്ലിറ്ററിങ്, ഒരു തിളക്ക. ഞാനൊരു കാര്യം പറയട്ടെ, ലളിതമായി പറയട്ടെ. മല്ലപ്പള്ളിയിൽ ഒരു സഭയില്ലെങ്കിൽ, ആനിക്കാടൊരു സഭയില്ലെങ്കിൽ, അടുത്തുള്ള സഭകൾ, കാനത്തൊരു സഭയില്ലെങ്കിൽ ഞാൻ അവിടെ വന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പം എനിക്ക് നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? എനിക്ക് ദൈവത്തിൻ്റെ സഭകൾ വേണം. അപ്പം എനിക്ക് സഭ എന്ന് പറയുന്നത് കർത്താവിൻ്റെ കണ്ണിലൂടെ കണ്ടാൽ ഏറ്റവും വിലയുള്ളതായി തോന്നണം. കടത്തി പറയട്ടെ, എന്നേക്കാൾ വില ഞാൻ ആയിരിക്കുന്ന പ്രാദേശിക സഭയ്ക്കുണ്ട് എന്ന തിരിച്ചറിവ് ഒരു വിശ്വാസിക്ക് ആത്മാർത്ഥമായി ഉണ്ടാകണമെങ്കിൽ ഈ വാക്യം ആദ്യമേ ഹൃദയത്തിൽ കയറണം. എന്താ? കർത്താവ് സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ സഭ. അതല്ലേ 1 പത്രോസിലേക്ക് വരുമ്പോൾ 1-ാം അധ്യായം എടുക്കേണ്ട 18-19 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മെ വീണ്ടെടുത്തിരിക്കുന്ന കാര്യം പറയുമ്പോൾ, പൊന്നവള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവെന്ന, ഒന്ന് പറഞ്ഞാട്ടെ, ക്രിസ്തുവെന്ന നിർദോഷവും, ഒന്ന് പറഞ്ഞാട്ടെ, നിർദോഷവും നിഷ്കളങ്കവുമായ ദൈവ കുഞ്ഞാടിൻ്റെ
വിലയേറിയ രക്തം. ആ വാക്കിനൊന്ന് ബൈബിളിൽ കയറാതെ അടിവരയിട്ടോണം. ആ വിലയേറിയ രക്തത്തിന്റെ വില അത് സ്വർഗത്തെക്കാൾ ഉന്നതമായ ഒരു വിലയാ. ഹല്ലേലൂയ. ആ വിലയുള്ളതാണ് ഞാനും നിങ്ങളും ആക്കി വയ്ക്കപ്പെട്ടിട്ടുള്ള പ്രാദേശിക സഭ എന്നുള്ളത് കൊണ്ട് ആ ദൈവസഭയെ ഞാൻ ഒരുപാടങ്ങ് സ്നേഹിക്കണം. കാരണം അതിൻ്റെ വില യേശു അപ്പച്ചൻ്റെ ചങ്കിലെ ചോരയാ. അവിടെ ഒരു പദമുണ്ട്, തൻ്റെ സ്വന്തം രക്തത്താൽ സമ്പാദിക്കുക. എന്തിനാണ് സമ്പാദിക്കുന്നത്? നമുക്കറിയാം, വേദപുസ്തകത്തിന് ഒത്തിരി ഉദാഹരണമുണ്ട്. വയൽ വാങ്ങിച്ച കാര്യം നമുക്കറിയാം. ഈ വയൽ വാങ്ങിക്കാൻ നേരത്തെ തനിക്കുള്ളതെല്ലാം വിറ്റെന്നാ പറഞ്ഞത്. തനിക്കുള്ളതെല്ലാം വിറ്റ് ആ നിക്ഷേപം ഒളിച്ചു വെച്ച വയലിനെ വാങ്ങിക്കുമ്പോൾ ഈ നിക്ഷേപമുള്ള കാര്യം മറ്റുള്ള ആൾക്കാർക്ക് അറിയത്തില്ല. അവർ പറഞ്ഞു കാണും, ഇവൻ എന്നാ മണ്ടന, ഈ പറയുന്ന വയല് അതിൽ നിക്ഷേപമുള്ളത് വാങ്ങുന്നവനെ അറിയത്തുള്ളൂ, മറ്റുള്ളവർക്ക് അറിഞ്ഞുകൂടാ. അവർ നോക്കുമ്പോൾ ഇവനുള്ളതെല്ലാം വിൽക്കുകയാ, വിറ്റിട്ട് ഇവൻ ഒരു തുണ്ട് വയൽ വാങ്ങുകയാ. ലോകത്തിനത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷെ വിശ്വാസിക്കെങ്കിലും ദൈവത്തിന്റെ സഭയുടെ വില മനസ്സിലാക്കാനായിട്ട് കഴിയണം. ആ വില എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ രക്തത്തിന്റെ വിലയാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇനി മുതൽ സഭയിൽ പോകുമ്പോൾ അയോഗ്യമായി സംസാരിക്കരുത്. ഇനി മുതൽ സഭയിൽ പിറുപിറുക്കരുത്. ഇനി മുതൽ നിന്റെ സഭ കൊള്ളുകയിലാന്ന് പറയരുത്. അതിൽ കൊള്ളത്തില്ലെങ്കിൽ അതിൽ ആദ്യത്തെ കുറ്റവാളി നീ തന്നെയാ. ഇന്ന് രാത്രി പറയട്ടെ, സഭയ്ക്കൊരു വിലയുണ്ട്. ആ വില പുത്രന്റെ ചങ്കിലെ ചോരയുടെ വിലയാ. വെളിപ്പാട് പുസ്തകം 2:1 നമുക്കറിയാം. അവിടെ നമ്മൾ വായിക്കുന്നത്, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. വിശദീകരിക്കുന്നില്ല, വിശദീകരിക്കാൻ വെമ്പുന്നുണ്ട്, പക്ഷെ പോരാ, സമയമില്ല. അതുകൊണ്ട് അവിടെ ഒരു പദപ്രയോഗമുണ്ട്. എന്താ? 7 പൊൻ നിലവിളക്കുകൾ. അറിയാത്തവരല്ല നമ്മൾ. പൊന്നിന് വലിയ വിലയുണ്ട്, അല്ലേ? പൊന്നിന് വലിയ വിലയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇത് പറയുന്നത് സ്വർഗത്തിലെ കർത്താവാ, സഭയുടെ കാന്തൻ. വേദപുസ്തകത്തിന്റെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ, ഈ ദൈവത്തിന്റെ വചനത്തെ ക്രോഡീകരിച്ച് അവസാനിപ്പിക്കുമ്പോൾ, അതിൻ്റെ ആരംഭത്തിൽ, ആ പുസ്തകത്തിന്റെ ആരംഭത്തിൽ സഭകൾക്കുള്ള ദൂത് പറയുമ്പോൾ, സ്വർഗത്തിന്റെ കണ്ണിലൂടെ ദൈവം എങ്ങനെ സഭയെ കാണുന്നുവെന്ന് പറയുമ്പോൾ അവിടുന്ന് പറയുന്നു, അത് 7, എനിക്കത് പൊന്നിലവിളക്കാം. അപ്പൊ കർത്താവ് എങ്ങനെയാ കാണുന്നത്? ഈ ചിലർ പിണങ്ങരുത്, ഉള്ളത് പറയാൻ പോവാം. ചിലർ ഈ സഭയ്ക്ക് ആ സാ മാറ്റി ചായാക്കും. ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനത് വാക്ക് പറയത്തില്ല, എനിക്ക് പേടിയാ. നീ അങ്ങനെ പറയുന്ന ആളാണെങ്കിൽ അടി ഉറപ്പാ കേട്ടോ. അടി പാഴ്സലായിട്ട് കിട്ടും, സംശയമൊന്നും വേണ്ട. ദൈവത്തിൻ്റെ സഭയെ നീ അനാദരിച്ചാൽ കാരണമുണ്ട്. അത് ദൈവം വിലയുള്ളതായി കാണുന്നതാ. ഈ സഭയെ അനാദരിക്കുക എന്ന് പറഞ്ഞ തന്നെ നമുക്ക് ഈ അനുസരണക്കേട് പലതരത്തിൽ കാണിക്കാം. എങ്ങനെ? ഇപ്പം നമ്മൾ ഒരാളോടൊരു കാര്യം പറയുന്നു, ചിലർ തിരിച്ചു പറയും, അത് സങ്കടമാണ്. ഇനി ചില മിടുക്കന്മാർ തിരിച്ചു പറയത്തേയില്ല, കേൾക്കാത്തോലങ്ങ് ഇരിക്കും. കുറേ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു നാണക്കേടുണ്ടാവും. കാര്യം എന്നാ? നമ്മൾ പറയുന്നതൊന്നും, ഞാൻ ഓർമ്മപ്പെടുത്തിട്ട്, അനേക നാളുകളായി ദൈവം നമ്മോട് സംസാരിക്കുന്നു, സഭയിൽ പ്രയോജനപ്പെടാൻ പറയുന്നു. ചിലർ പറയുന്നൊരു വാചകമുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് പൊക്കോളാം. ഇങ്ങനെയൊക്കെ അങ്ങ് പൊക്കോളാനാണെങ്കിൽ ഇത്രയും വില കൊടുത്തു എന്ന് നിന്നെ എന്ത് ചെയ്യണ്ടായിരുന്നു? അയ്യോ, സ്വർഗത്തിൽ ഇതിനേക്കാൾ വിലയുള്ളതൊന്നുമില്ല. ഹല്ലേലൂയ. സ്വർഗത്തിൽ ഏറ്റവും വിലയുള്ളത് പ്രിയപുത്രനാ. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ആ പ്രിയപുത്രൻ ഭൂമിയിലേക്ക് വന്ന് അവിടുത്തെ വിശുദ്ധമായ ചങ്കിലെ ചോരയുടെ അവസാന തുള്ളി വരെ തന്ന് നമ്മെ വീണ്ടെടുത്ത് സഭയ്ക്കകത്ത് കൊണ്ടുവന്ന് ഭൂമിയിൽ സഭയുണ്ടാക്കിയപ്പോൾ ദൈവം ആ സഭയെ ഏറ്റവും വിലയുള്ളതായി കാണുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ സഭയെ അനാദരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സഭയ്ക്കെതിരെ നിൽക്കുമ്പോൾ, ദൈവസഭയുടെ ശുശ്രൂഷകന്മാർക്കെതിരെ ഞാനും നിങ്ങളും സംസാരിക്കുമ്പോൾ ദൈവപുത്രന്റെ രക്തത്തെയാണ് നാം അനാദരിക്കുന്നത് എന്നുള്ള ചിന്ത. സഭയിലെ ശുശ്രൂഷ അയോഗ്യമായി ചെയ്യരുത്. ദൈവം ഏൽപ്പിക്കാത്ത ശുശ്രൂഷ സഭയിൽ ചെയ്യരുത്, അത് പാപമാണ്, കണക്ക് പറയേണ്ടി വരും. എന്നാൽ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യാതിരിക്കുന്നതും പാപമാണ്.
അതിൽ മറ്റൊരു കാര്യം കൂടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആ ശുശ്രൂഷ നിർവഹിക്കേണ്ടത് ജഡത്തിൽ ആശ്രയിച്ചോ തോന്നുന്ന രീതിയിലോ ഓടിക്കേറി വന്നിട്ടോ അല്ല, വളരെ ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ ജീവിത വിശുദ്ധിയോടെ ജീവിതത്തെ പരിശോധിച്ച് ദൈവത്തെ സേവിക്കുന്നുവെന്ന ബോധ്യത്തോടെ നീ സഭയിൽ പെരുമാറിയില്ലെങ്കിൽ നിനക്ക് ശിക്ഷാവിധി ഉണ്ടാകും. കാരണം ഇത് ദൈവസഭയാണ്. ഇതിൻ്റെ വില നിർണയിക്കാൻ കഴിയാത്തതാണ്. ഞാനൊന്ന് പറയട്ടെ, എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു ചിത്രം. എന്തിനാ ഈ കർത്താവ് സ്വർഗത്തിൽ ഭവനം ഒരുക്കുന്നത്? നമ്മളെ ഇവിടെ അങ്ങ് താമസിപ്പിച്ചാൽ പോരായിരുന്നു? രക്ഷിക്കപ്പെട്ടു, അനുഗ്രഹങ്ങളൊക്കെ തന്നു, നരകശിക്ഷയൊക്കെ മാറ്റി നമ്മളെ വേറെ ഏതെങ്കിലും ഒരു ഗ്രഹത്തിലോ അല്ലെങ്കിൽ കുറച്ച് സന്തോഷമൊക്കെ തന്ന് ഇവിടെയൊക്കെ അങ്ങ് താമസിപ്പിച്ചാൽ പോരായിരുന്നോ? കുറച്ച് പ്രതിഫലമൊക്കെ തന്ന്. അങ്ങനെയാണെങ്കിലും പരാതിയൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒന്ന് ഓർത്തോണം, ഈ ചങ്കിലെ ചോര തന്ന് വീണ്ടെടുത്തവന് സ്വർഗത്തിലേക്ക് കരേറിപ്പോയിട്ട് കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളായിട്ട് അവിടെ ഒരു ഭവനം ഒരുക്കിക്കൊണ്ടിരിക്കുക. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ പട്ടണം ഒരുക്കുമ്പോൾ ആ പട്ടണത്തിൻ്റെ ആർക്കു വേണ്ടിയാണെന്ന ബോധ്യമുണ്ടാകണം. തങ്കച്ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയുടെ അംഗങ്ങളെ താമസിപ്പിക്കുവാൻ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വർഗം ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ സ്വർഗം നമ്മളെ എന്തുമാത്രം വിലയുള്ളതായി കാണുന്നു ഇന്ന് രാത്രിയിൽ. അതുകൊണ്ട് സഭയെ അനാദരിക്കരുത്, ദൈവസഭ. മൂന്നാമത്തെ വിഷയം, ഒന്നാമത്തെ വിഷയത്തിലെ മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, അത് ഇങ്ങനെ ഞാൻ പറയാം. സഭയിൽ ദൈവസഭ എന്നുള്ളതിൽ ഓർക്കണം, അതിൽ നടക്കേണ്ടുന്ന ഒരു ക്രമമുണ്ട്. It has its own heavenly order. സ്വർഗത്തിൻ്റെതായിട്ടുള്ളൊരു ക്രമമുണ്ട്. നോക്കിക്കേ, 1 തിമോഥെയോസ് 3-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ we can see the heavenly order. സഭയിൽ നടക്കേണ്ടുന്ന ക്രമം എന്താ അവിടെ വായിക്കുന്നത്? താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടത്. It's a personal responsibility to know the order of the assembly. സഭയുടെ ക്രമം അറിയേണ്ടത് വ്യക്തിപരമായ ഉത്തരവാദിത്തം. അതിന് വേദപുസ്തകത്തിലേക്ക് തിരിഞ്ഞാൽ പറ്റുള്ളൂ. ആ വാക്ക് നിങ്ങൾ ഒന്നുകൂടെ നോക്കുക. ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന, ബ്രദർ മാത്രമല്ല ഇവരെല്ലാം പറയണം, ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയണം, ഞാൻ അറിയണം. ഇന്ന് രാത്രി ഞാൻ വ്യക്തമായി പറയട്ടെ, ഈ ക്രമം അറിയാൻ ഒരു പുസ്തകം തന്നിട്ടുണ്ട്. ആ പുസ്തകമാണ് ജീവനുള്ള ദൈവത്തിന്റെ വചനമെന്ന് പറയുന്നത്. എന്തിനാ ഈ പ്രവൃത്തികളുടെ പുസ്തകം തന്നത്? അതിന് ഒത്തിരി ആശയങ്ങളില്ല എന്നല്ല ഞാൻ എൻ്റെ വിഷയത്തോട് ചേർന്ന് പറയട്ടെ. അവിടെയാണ് സഭയുടെ തുടക്കം, സഭയുടെ ആദിമസഭയുടെ ചരിത്രം, സഭയിലെ ശിക്ഷാക്രമങ്ങൾ വന്നിട്ടുള്ളത്. അനന്യാസ്, സഫീറ, സഭയിലെ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ, സഭയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ, സഭയുടെ രൂപീകരണം, പ്രാദേശിക സഭകളുടെ പ്രതിസന്ധികൾ. ഇതെന്തിനാ തന്നത്? എന്തിനാണ് നമുക്ക് ലേഖനങ്ങൾ തന്നത്? സഭയെ പറ്റിയുള്ള ദൈവിക ക്രമീകരണങ്ങൾ അറിയാനാ. അപ്പം ഈ നടക്കേണ്ടത് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? എന്നാ ചെയ്യണം? ഈ പുസ്തകത്തിലേക്ക് തിരിയാതെ ദൈവസഭയെ സ്നേഹിക്കാൻ പറ്റത്തില്ല, ദൈവസഭയിൽ ശരിയായി ജീവിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ഈ സഭയിൽ നടക്കാൻ മനുഷ്യന്റെ ക്രമം കൊണ്ട് പറ്റുകയില്ല, മനുഷ്യന്റെ സംവിധാനം കൊണ്ട് പറ്റുകയില്ല. കൃപയാൽ ബ്രദറൻ സഭകളുടെ വിജയമെന്ന് പറയുന്നതും മറ്റൊന്നല്ല, അതൊരു മാനുഷിക സംവിധാനമല്ല, മറിച്ച് ദൈവസഭയ്ക്ക് ദൈവത്തിൻ്റെ ക്രമമുണ്ട്. ആ ക്രമം ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ പാർലമെന്റിൽ നീ എങ്ങനെ പെരുമാറണം, ഇന്ത്യൻ പാർലമെന്റിൽ നീ എങ്ങനെ ഉത്തരം പറയണം, ഇന്ത്യൻ പാർലമെന്റിൽ എപ്പോഴാണ് നിനക്ക് ചോദ്യം ചോദിക്കാവുന്നത്, ഇന്ത്യൻ പാർലമെന്റിൽ നീ എങ്ങനെ നിന്നെ തന്നെ ക്രമീകരിക്കണം, നീ എങ്ങനെ പെരുമാറണം, അതിന് ഭാരത സർക്കാർ കൊടുത്തിട്ടുള്ള ഒരു ക്രമങ്ങളുടെ പാർലമെന്ററി ആയിട്ടുള്ള ഒരു ബുക്കുണ്ട്, ഒരു ക്രമമുണ്ട്. അത് തെറ്റിച്ചാൽ അതിൻ്റെതായിട്ടുള്ള പണിഷ്മെന്റ് ഉണ്ടാകും. സ്വർഗത്തിലെ ദൈവമുണ്ടാക്കിയ സഭ അത് മാനുഷിക സംവിധാനമല്ല, പ്രത്യുത അത് ദൈവത്തിൻ്റെ സഭയാ. ഇന്ന് രാത്രി എൻ്റെ സമയം ഇവിടെ തീരുകയാണ്. ഞാൻ 3 വിഷയങ്ങളാണ് ഇന്ന് രാത്രി പറഞ്ഞത്. അത് മറ്റൊന്നല്ല,
ഒന്നാമത്തെ കാര്യം നാം ഓർത്തത് ദൈവത്തിന്റെ സഭ. അതാണ് കൊരിന്ത് സഭ. എത്ര ആദരവോടെ അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയെ കാണുന്നു. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, സഭയിൽ നിങ്ങൾ എത്ര വലിയ ആള് ഭൂമിയിലായിരുന്നാലും സഭയുടെ ഉള്ളിലേക്ക് നിങ്ങൾ വന്നാൽ നിങ്ങൾ പെരുമാറേണ്ടത് സ്വർഗത്തിന്റെ ക്രമീകരണം അനുസരിച്ച് ഏറ്റവും താഴ്മയോടാണ്, അന്യോന്യം ശുശ്രൂഷിക്കുന്ന തലത്തിലാണ്. കാരണം ദൈവം ഉപയോഗിച്ച ഏറ്റവും വലിയ മനുഷ്യൻ എന്തിനാ? നമ്മുടെ കർത്താവ് പോലും തന്നേടാൻ പോകുന്ന സഭയ്ക്കു വേണ്ടി ആ ശിഷ്യന്മാരുടെ കാൽപാദങ്ങൾ കഴുകിയെങ്കിൽ നമ്മുടെ സഭകളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ഭൗതികമല്ല. നമ്മുടെ സഭയ്ക്കകത്തേക്ക് വന്നാൽ കാണാനൊന്നും ഉണ്ടോ? ഭൗതികമായ യാതൊരു കാര്യങ്ങളും നമ്മുടെ സഭകൾക്കില്ല, കാണാനൊന്നുമില്ല. പക്ഷെ നമ്മുടെ സഭകൾക്ക് ഇന്ന് കൈമോശം വന്നു പോയിട്ടുള്ളത്, പൂർണ്ണമായി കൈമോശം വന്നെന്ന് ഞാൻ പറയുകയല്ല, പലയിടങ്ങൾ കൈവശം വന്നിട്ടുള്ളതും ഒരു കാലഘട്ടത്തിൽ അനേകർ അകത്തേക്ക് വരുവാൻ കാരണമായത് സൗന്ദര്യം, അത് വിശ്വാസികൾക്കുള്ള ബോധമായിരുന്നു. ആ ബോധം ദൈവസഭയാണ് എൻ്റെ സഭ എന്ന ബോധമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ചങ്കിനകത്തുനിന്നാണ് ഇത് പറയുന്നത്. ഒരു സഭ നശിപ്പിക്കാൻ ഒരൊറ്റ വാക്ക് മതി. ഞാനൊരു സുവിശേഷകനാണ്. അനേക വർഷങ്ങൾ നെടുമ്പാശ്ശേരിയിൽ ഞാൻ അധ്വാനിക്കുന്ന ഒരു ദൈവദാസന. ഇന്ന് ഞങ്ങൾക്ക് ആരാധിക്കാൻ സ്ഥലമില്ല. അനേക ബുദ്ധിമുട്ടുകളിലൂടെ, പ്രതിസന്ധികളിലൂടെ ഞങ്ങൾ പോകുമ്പോൾ ഒരു സഭയിൽ ഒരാൾ രക്ഷിക്കപ്പെട്ട് വരണമെങ്കിൽ ഒരായുസ് പോരാതെ വരും. അങ്ങനെയുള്ള ദൈവത്തിന്റെ സഭയുടെ വിലയിൽ നീ അനാദരവുണ്ടെങ്കിൽ ദൈവം നിനക്ക് ഉത്തരം പറയേണ്ടുന്നൊരു സമയമൊരുക്കും. അതുകൊണ്ട് ഓർക്കുക, ഇത് ദൈവസഭയാണ്. ഞാൻ എൻ്റെ എന്ന് പറഞ്ഞാൽ ആരുടെ? എൻ്റെ കർത്താവിൻ്റെ സഭ. അവിടെ ഞാൻ ആക്കി വയ്ക്കപ്പെട്ടിരിക്കുക. അതുകൊണ്ട് ഇന്ന് മുതൽ സഭ എന്ത് ചെയ്യരുത്? കുറ്റം പറയരുത്. ആ കുറ്റം ആരെടുത്തോണം? എൻ്റെ കുറ്റം എന്ന് പറഞ്ഞാൽ മതി. കർത്താവേ, അതാണ് മോശ ചെയ്തത്. ഇസ്രായേൽ സഭയാണെന്നേ ഉള്ളൂ. അപ്പോസ്തലനായ പൗലോസ് ഫിലേമോനെ എഴുതുമ്പോൾ ഞാൻ തന്നു തീർക്കാം. ഒന്നിലെ 2 എന്തായിരുന്നു? സ്വർഗമേറെ. 2 വാക്യങ്ങൾ ഓർത്ത്. ഏതായിരുന്നു? പ്രവൃത്തി 20:28. കർത്താവ് സ്വന്തം രക്തത്താൽ, വെളിപ്പാട് പുസ്തകം 2:1, 7 പൊന്നില വിളക്കുകളുടെ നടുവിൽ നടക്കുന്നു. പൊന്നില വിളക്ക്. മൂന്നാമത് നമ്മൾ ഓർത്തത്, ഈ സഭയിൽ നടക്കാൻ ഒരു ക്രമമുണ്ട്. 1 തിമോഥെയോസ് 3:15 ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടതിന് നീ അറിയണം. യു ഷുഡ് നോ ഹൗ ടു വാക്ക് ഇൻ ദ ഹൗസ് ഓഫ് ദ ലോർഡ്. ദൈവത്തിന്റെ ഭവനത്തിൽ നടക്കേണ്ടത് എങ്ങനെയാണെന്ന് നീ അറിയണം. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നീ സഭയിൽ അനാദരവ് കാണിച്ചിട്ടുണ്ടോ? നീ ചിന്തിക്കുന്നത് എല്ലാവരും മറക്കുന്ന. എല്ലാവരും മറക്കും, പക്ഷെ ഒരുവൻ മാത്രം എന്ത് ചെയ്യത്തില്ല? മറക്കത്തില്ല. കാരണം ചങ്കിലെ ചോര കൊടുത്തവൻ മറക്കുകയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി നിന്റെ ജീവിതം സഭയ്ക്കകത്ത് ശരിയല്ലെങ്കിൽ നീ കർത്താവിനോട് പറയ്, എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് കർത്താവേ. ഞാൻ പരസ്യമായി ചെയ്ത തെറ്റിന് പരസ്യമായി തന്നെ ക്ഷമ ചോദിക്കണം. രഹസ്യമായതിന് രഹസ്യമായി ചോദിച്ചാൽ മതി. ഇന്ന് രാത്രി ദൈവസഭയ്ക്ക് വിരോധമായി നിന്റെ ചിന്തയിൽ പോലും നീ പാപം ചെയ്യരുത്. അതിനായിട്ട് കർത്താവ് സഹായിക്കട്ടെ. കർത്താവാണ് സഭയുടെ യജമാനൻ. മത്തായി സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യം. രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു? സ്വർഗം സഭ എങ്ങനെ കാണുന്നു? ഏറ്റവും വിലയുള്ളതായി കാണുന്നു. ആ വില പുത്രൻ്റെ ചങ്കിലെ ചോരയാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓർത്തതുപോലെ അതിന് ഒരു ക്രമമുണ്ട്. അത് 1 തിമോഥെയോസ് 3:15 വരുമ്പോൾ ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വിശ്വാസി ദൈവത്തിൻ്റെ സഭയിൽ പ്രയോജനപ്പെടാനായിട്ട് നാം മനസ്സിലാക്കേണ്ടത് മൂന്നാമത്തെ വാക്യത്തിലാണ് കാണുവാൻ കഴിയുന്നത്. ഏതാണ്? 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് നമുക്ക് കടക്കാനായിട്ട് സാധിക്കും. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ 1:3 വാക്യം ഒന്ന് വായിച്ചാട്ടെ. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അവിടെ നമ്മൾ വായിക്കുന്നത് എന്തായിരുന്നു? നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഞാനതിനെ ദൈവാത്മാവ് തന്നൊരു ചിന്തയായിട്ട് ഇങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുക. ഒരു വ്യക്തി, ഒരു വിശ്വാസി
ദൈവസഭയിൽ പ്രയോജനപ്പെടാൻ എന്താ സംഭവിക്കേണ്ടത്? അവൻ്റെ പ്രായോഗിക ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സമാധാനവും അവൻ അനുഭവിക്കുന്നവനായി തീരണം. ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അവരവരെ തന്നെ പരിശോധിക്കേണ്ടുന്നൊരു വിഷയമാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. ആ വാക്യം നമുക്കറിയാം. അവിടെ നമ്മൾ ഒന്നുകൂടെ നോക്കിയാൽ, നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും പിന്നെ കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക്, ആർക്ക്? കൊരിന്ത് സഭയിലെ വിശ്വാസികൾക്ക്. അർത്ഥാൽ എവിടെയെല്ലാം പ്രാദേശിക സഭകളുണ്ടോ അവിടെയെല്ലാമുള്ള വിശ്വാസികൾക്ക് ഈ രണ്ട് വിഷയങ്ങൾ അനുഭവിക്കുന്ന ക്രിസ്തീയ ജീവിതം ഉണ്ടാകണം. ഒന്നാമത്തേതേതാ? കൃപയുള്ള ജീവിതം. ഞാനത് വിശദീകരിക്കാം. 2, അവർ ദൈവത്തിൻ്റെ സമാധാനം അനുഭവിക്കുന്ന വിശ്വാസികളായിരിക്കണം. ഞാനൊരു കാര്യം ഇങ്ങനെ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുക. അങ്ങനെ ഇല്ലാത്ത ഒരുവന് സഭയിൽ പ്രയോജനപ്പെടാനായിട്ട് പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. അല്പം കൂടെ അങ്ങ് കടത്തി പറയട്ടെ. ദൈവത്തിൽ നിന്നുള്ള കൃപ, അതിൻ്റെ ഒഴുക്ക്, സമർത്ഥമായ കൃപ, ദൈവത്തിൽ നിന്നുള്ള പ്രായോഗിക ജീവിതത്തിലെ സമാധാനം, അത് അനുഭവിക്കാൻ കഴിയാത്ത ഒരു വിശ്വാസി സഭയിൽ ഒരു നല്ല പ്രശ്നക്കാരനായിരിക്കും. ഒരു സംശയവും വേണ്ട. നമ്മൾ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, നല്ല പ്രസാദമുള്ള മനുഷ്യനായിരുന്നു, ഇപ്പം മുഖത്തേക്ക് നോക്കിയാൽ വേറെ ഏതോ ഒരു മുഖമാണ്. കാര്യം എന്നാ? അത് ഞായറാഴ്ച രാവിലെ വരുമ്പോൾ ഉണ്ടാവത്തില്ല. വെള്ളിയാഴ്ച കുടുംബ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ഉണ്ടാവത്തില്ല. സഹോദരിമാരുടെ പ്രാർത്ഥനയ്ക്ക് പോയി ഇരിക്കുമ്പോൾ അതുണ്ടാവത്തില്ല. സഹോദരന്മാരുടെ പ്രാർത്ഥനയ്ക്ക് പോയി ഇരുന്നാൽ അതുണ്ടാവത്തില്ല. പരസ്യ പ്രവർത്തനങ്ങൾക്ക് പോകാൻ ഇറങ്ങുമ്പോൾ അതുണ്ടാവത്തില്ല. മറിച്ച് സഭയിൽ പ്രയോജനപ്പെടണമെങ്കിൽ ആഴ്ചയുടെ 7 ദിവസങ്ങളും വ്യക്തിപരമായി കർത്താവിൻ്റെ കൃപയുടെ സമൃദ്ധിയും ദൈവത്തിൻ്റെ സമാധാനവും വ്യക്തി ജീവിതത്തിൽ അനുഭവിക്കാതെ ഒരു വിശ്വാസിക്ക് സഭയിൽ പ്രയോജനപ്പെടാനോ സഭയെ സ്നേഹിക്കാനോ കഴിയത്തില്ല. അവൻ സഭയ്ക്കൊരു തലവേദനയായിരിക്കും. ഞാനതിൻ്റെ ആഴത്തിലേക്കൊന്ന് പോകാനായിട്ട് ആഗ്രഹിക്കുക. എന്നോട് പിണങ്ങൊന്നും ചെയ്യരുത്. 1, കർത്താവിൽ നിന്ന് കൃപയുണ്ടാകണം. അങ്ങനല്ല ഇവിടെ പറയുന്നത്. അവിടെ എന്തുണ്ടാവണം? നിങ്ങൾ നോക്കിയ 3-ാം വാക്യത്തിൽ, നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും എന്നാ ഉണ്ടാവണം? കൃപയുണ്ടാകണം. ഈ കൃപ നമുക്കറിയാം. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, കൃപയാലല്ലോ വിശ്വാസം മൂലം നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കൃപയുണ്ടാവണം. വാസ്തവത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കൊരിന്ത് സഭയോട് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു വാക്യം 4-ാം വാക്യമാണ്. ഈ പറയുന്ന 3 കഴിഞ്ഞ് 4ലേക്ക് വരുമ്പോൾ ഈ ദൈവവചനത്തിന് പ്രത്യേകതയുണ്ട്. അതിന് ഇണയില്ലാതിരിക്കില്ല. യഹോവയുടെ പുസ്തകത്തിൽ, യഹോവയുടെ പുസ്തകത്തിൽ, എന്നെ തന്നെ ശ്രദ്ധിച്ചാട്ടെ, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു നോക്കുവീൻ, അതിന് ഇണയില്ലാതെ ഇരിക്കില്ല. ഒരു ഭാഗത്ത് പറയുന്ന വിഷയത്തിൻ്റെ വിശദീകരണമായി മറ്റൊരു ഭാഗത്ത് ദൈവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ തിരുവെഴുത്ത് മാനുഷിക സംവിധാനമല്ല. ഈ തിരുവെഴുത്ത് എഴുതിയത് സ്വർഗത്തിലെ ദൈവമാണ്. അവിടുത്തെ നിശ്വാസത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് 3-ാം വാക്യത്തിൽ പറഞ്ഞു, നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും, അർത്ഥാൽ ത്രിയേക ദൈവത്തിൽ നിന്ന് കൃപ അനുഭവിക്കുന്ന ജീവിതം ഉണ്ടാകണം. അതിൻ്റെ തുടർച്ചയാണ് 4-ാം വാക്യത്തിൽ. അത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഈ വചന പഠനം വളരെ രസകരമായിട്ട് തോന്നും. 3-ൽ കൃപയെ പറ്റി പറഞ്ഞിട്ട് 4-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾക്ക് ക്രിസ്തുവേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം എൻ്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എപ്പോഴും എന്ത് ചെയ്യുന്നു? സ്തോത്രം ചെയ്യുന്നു. ചില ആളുകൾ, അവരുടെ അടുത്ത് നമ്മൾ ചെന്നാൽ ഒരു പ്രത്യേകമായ സന്തോഷം, നമ്മുടെ ഹൃദയങ്ങൾക്കൊരാശ്വാസം. അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, എൻ്റെ ഹൃദയത്തെ തണുപ്പിക്കുന്ന ഒരു തണുപ്പ്, അതാ ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിങ്ങളായിരിക്കുന്ന സഭയിൽ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്ന കൂട്ടുവിശ്വാസിക്ക് നീ കൃപയാലുള്ള അനുഭവം കൊടുക്കുന്നില്ലെങ്കിൽ നിന്റെ സഭാജീവിതത്തിൽ എവിടെയോ വൻപിച്ച പരാജയമുണ്ട്. അതിനകത്ത് വെള്ളം ചേർക്കാൻ പറ്റുകയില്ല. ഇന്ന് രാത്രി
കണ്ണാടിക്ക് മുൻപിൽ അവനവൻ നിൽക്കണം. ഈ കണ്ണാടി ദൈവത്തിന്റെ വചനമാണ്. ഈ ദൈവത്തിന്റെ വചനത്തിന് മുൻപിൽ നിന്നിട്ട് നമുക്ക് നമ്മളെ ഒന്ന് പരിശോധിക്കാൻ പറ്റണം. എന്നിലൂടെ കൃപയുടെ അനസ്യൂതമായ ഒഴുക്ക് ദൈവസഭയ്ക്കുണ്ടാകുന്നുണ്ടോ? അവിടെ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ 3-ാം വാക്യത്തിൽ ഈ കൃപ അത് പിതാവായ ദൈവത്തിങ്കിൽ നിന്ന്, പിന്നെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന്, 4-ാം വാക്യത്തിൽ ക്രിസ്തുവേശുവിൽ നൽകപ്പെട്ടത്. അപ്പൊ ഇത് എവിടുന്നാ കിട്ടുന്നത്? ഇത് ദൈവ മുൻപാകെ നിന്ന് പ്രാപിക്കേണ്ടതാ. ഈ കർത്താവിന്റെ എല്ലാ വിഷയം എങ്ങനാ? 91-ാം സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ പേടി വരുമ്പോൾ നമ്മൾ പറയുന്നതാ, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച്. നിഴലിന്റെ കീഴെ നിൽക്കണം എന്ന് വെച്ചാൽ, പഴയ നിയമഭാഷയിൽ പറഞ്ഞാൽ നിന്റെ ദൈവമായ യഹോവയോട് പറ്റിച്ചേരണം, ചേർന്നിരിക്കണം. അപ്പൊ കൃപ എവിടുന്നാ? അപ്പൊ നമുക്ക് എന്താ കൃപയില്ലാത്ത? നമ്മൾ പറയും പണ്ട് ഭയങ്കര ദൈവകൃപയായിരുന്നു, ഇപ്പം അങ്ങേരടുത്ത് മിണ്ടിയ യാതൊരു ദൈവകൃപയും. ഈ കണ്ണാടി നമ്മളോട് തിരിച്ചു വെക്കണം, നമ്മളെയും കൂടെ നോക്കണം. ആരെയും നോക്കരുത്, അവരവർ നോക്ക്. കൃപയുടെ ഒഴുക്ക് അങ്ങയുടെ ജീവിതത്തിലുണ്ടോ? അതില്ലെങ്കിൽ കർത്താവിൽ നിന്നേ പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. ആ കൃപയെ പറ്റി 2 കാര്യം. ഒന്ന്, നമ്മളിപ്പോൾ 3 കാര്യം. ഒന്ന്, അത് ദൈവത്തിൽ നിന്ന്. 2, ആ 4-ാം വാക്യം നോക്കുമ്പോൾ, നിങ്ങൾക്ക് ക്രിസ്തുവേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന്, നോക്കുക 4-ാം വാക്യത്തിൽ, നിങ്ങൾക്ക് ക്രിസ്തുവേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എപ്പോഴും. അപ്പൊ ദൈവകൃപ ഉണ്ടെങ്കിൽ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് ചെയ്യും? എന്നാ ചെയ്യും? നമ്മളെക്കുറിച്ച് സ്തോത്രം ചെയ്യും. അടെ ആരെക്കുറിച്ച് സ്തോത്രം ചെയ്തു? കൊരിന്ത് സഭയെക്കുറിച്ച്. ആര് സ്തോത്രം ചെയ്തു? അവിടെ പറയുന്നുണ്ട്, എന്താ? ഞാൻ ഒരു ശുശ്രൂഷകനായ അപ്പോസ്തലൻ. അല്പം കൂടെ കടത്തി പറഞ്ഞാൽ, സഭകളെ കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുള്ള ഒരു ആത്മീക പിതാവ് ആ സഭയെ കുറിച്ച് പറയുകയാണ്, അല്ലയോ കൊരിന്ത് സഭയെ, നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ, നിങ്ങൾക്ക് നൽകപ്പെട്ട ദൈവകൃപയെ കുറിച്ച് ഓർക്കുമ്പോൾ, ഞാൻ എൻ്റെ ദൈവത്തിന് എന്നാ ചെയ്യുന്നു? സ്തോത്രം ചെയ്യുന്നു. അപ്പൊ നമുക്ക് സഭയിൽ പ്രയോജനപ്പെടുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാം? നമ്മളെ കുറിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷകന്മാർ സ്തോത്രം ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ തുറന്നു പറയാൻ പോവാ, ഒരു സഭാ ശുശ്രൂഷകന്റെ, ഒരു ദൈവദാസന്റെ ഏറ്റവും വലിയ ഭാരം എന്താണെന്നറിയാമോ? പറഞ്ഞാൽ കേൾക്കാത്ത വിശ്വാസികളാ. സത്യമായിട്ട് എനിക്ക് പ്രായം കുറവാണ്, 43 ഉള്ളൂ. 21-ാമത്തെ വയസ്സിലാണ് കത്രമേശ കൊടുത്തു തുടങ്ങിയത്. 6-ാം ക്ലാസ്സിൽ പ്രസംഗിച്ച് തുടങ്ങിയതാണ്. ഞാൻ എൻ്റെ കർത്താവിനായിട്ട് ജീവിച്ചിട്ടുള്ളൂ. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളത് എൻ്റെ വീടിന് വേണ്ടിയല്ല, എൻ്റെ പിള്ളേർക്ക് വേണ്ടിയല്ല. എൻ്റെ പിള്ളേർക്ക് പലതും കൊടുക്കാതിരുന്നപ്പോൾ എനിക്ക് സങ്കടം തോന്നിയിട്ടില്ല. പക്ഷേ എൻ്റെ സഭയിൽ ഏതെങ്കിലും ഒരു വിശ്വാസി ദൈവത്തിന് കൊള്ളാത്തവനാണെന്ന് തോന്നിയാൽ അന്ന് രാത്രി എനിക്ക് ഉറക്കമുണ്ടാകുകയില്ല. ദൈവ ശുശ്രൂഷകന്മാരുടെ ഏറ്റവും വലിയ ഭാരം ആ സഭയെക്കുറിച്ച് സ്തോത്രം ചെയ്യാൻ കഴിയാത്ത ആത്മീയമായ വീഴ്ചയുണ്ടാകുമ്പോൾ അവരുടെ ചങ്കിനകത്ത് വേദനയുണ്ടാകും. ആ വേദന സ്വർഗം കാണും. എബ്രായർ 13:17 ഒന്ന് വായിച്ചാട്ടെ വേഗത്തില്. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നു. എന്നിട്ട് ഇത് അവർ ഞരങ്ങിക്കൊണ്ട് ചെയ്യുവാൻ, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ. മതി. അല്ലാഞ്ഞാൽ നിങ്ങൾക്ക്. അപ്പൊ സഭയിലുള്ള ശുശ്രൂഷകന്മാർ എന്ത് ചെയ്യാറുണ്ട്? ചിലപ്പോൾ എന്നെക്കാൾ എത്രയോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അനേക ദൈവദാസന്മാരോട് ഞാൻ അതിലേറ്റവും ചെറിയവനാണ്. അപ്പൊ സഭയിലെ ശുശ്രൂഷകന്മാർക്ക് 2 അനുഭവം ഉണ്ടാവും. ഒന്ന്, ഞരങ്ങിക്കൊണ്ട്. അവരുടെ ഞരക്കം സ്വർഗത്തിലെ ദൈവം അറിയുന്നുണ്ട്. അവൻ എൻ്റെ കണ്ണുനീരിനെ തുരുത്തിയിൽ. ഈ തുരുത്തിയിലാക്കുക എന്ന് പറഞ്ഞാൽ എന്നാ? നമ്മൾ നാഴികയ്ക്ക് 40 വട്ടം എന്തു പറയും? അവൻ എൻ്റെ കണ്ണുനീരിനെ എന്തോ ഈ തുരുത്തിയിലാക്കുക എന്ന് പറഞ്ഞു.
യഹൂദന്മാരുടെ ഒരു ആചാരമാണ്. അവരുടെ 2 സ്നേഹിതന്മാരുണ്ടെന്നിരിക്കട്ടെ. അതിലൊരു സ്നേഹിതൻ മരിച്ചു പോകുമ്പോൾ, ഇതിനു മുൻപ് ഇവർ ഭയങ്കര കൂട്ടാളികളാ. അപ്പൊ ഈ സ്നേഹിതൻ മരിച്ചുപോയി. ആ സ്നേഹം കൊണ്ട് ഇവൻ ഗദ്ഗദത്തോടെ പൊട്ടിക്കറിയുകയാ. പക്ഷേ ആ കണ്ണുനീരിനെ ഒരു തുരുത്തിയിൽ ശേഖരിച്ചിട്ട് പോകാൻ നേരത്ത് ഈ കല്ലറ അടയ്ക്കുമ്പോൾ ഈ കല്ലറയുടെ മുൻപിൽ ഈ കണ്ണുനീര് തുരുത്തിയിലാക്കി വെച്ചിട്ട് പോകും. എന്ന് പറഞ്ഞാൽ ആള് പോയാലും കണ്ണുനീര് അവിടെ കാണും. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, നമ്മൾ നിമിത്തം ദൈവസഭയുടെ ശുശ്രൂഷകന്മാർ അവർ ഞരങ്ങാനിടയായാൽ അത് തുരുത്തിയിൽ കെട്ടപ്പെട്ട പാപമായിട്ടിരിക്കും. കൊരിന്ത് സഭയോട് പറയുക 4-ാം വാക്യത്തില്, നിങ്ങൾക്ക് ക്രിസ്തുവേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. സഭയിൽ പ്രയോജനപ്പെടാൻ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കണം. ആ കൃപ അനുഭവിക്കുമ്പോൾ ദൈവസഭയോർത്ത് ശുശ്രൂഷകന്മാർ സ്തോത്രം ചെയ്യാനിടയാകും. ഇനി മറ്റൊരു കാര്യമുണ്ട് ആ കൃപയെ പറ്റി. നമുക്കറിയാവുന്ന വാക്യമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 11-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവകൃപ കണ്ട് സന്തോഷ കാര്യമുണ്ട്. നോക്കുക, അതുകൂടെ ഒന്ന് വായിച്ചാട്ടെ. 11-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്താ, ഒന്ന് വായിച്ചാട്ടെ. അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. അവർ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. അപ്പൊ സഭയെ നോക്കിയിട്ട് ഒരു വിശ്വാസി സഭയിൽ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ, ഒരു സഭയിലെ വിശ്വാസികൾ ദൈവത്തിന് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ആ സഭയെ കാണുന്നവര് അത് കാണുക മാത്രമല്ല, അവരെ ഓർത്ത് എന്നാ ചെയ്യാൻ പറ്റും? സ്തോത്രം ചെയ്യാൻ പറ്റും. അതിന് സംഭവിക്കേണ്ടത് സഭയിലെ വ്യക്തികളുടെ ജീവിതത്തിൽ ആ മാറ്റം ഉണ്ടാവേണ്ടത്. ആ മാറ്റം ആദ്യം ആരംഭിക്കേണ്ടത്, ഇന്ന് രാത്രി ഞാൻ ചിന്തിക്കേണ്ടത്, കർത്താവേ ആ മാറ്റം എന്നിൽ ആരംഭിക്കണം. നമ്മൾ പാടുന്നൊരു പാട്ടുണ്ട്, പോകല്ലേ കടന്നെന്നെ നീ. പിന്നെ പ്രിയ യേശുവേ, മറ്റുള്ളവരെ ദർശിക്കുമ്പോൾ നോക്കുകന്നെയും നിൻ കൃപാസനത്തിൻ മുൻപിൽ വീണ് കെഞ്ചുന്നേ. ഇന്ന് രാത്രി എത്ര പേർക്ക് ക്രിസ്തുവിനോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവകൃപ പെരുകേണ്ടതിന് കൃപാസനത്തിന് മുൻപിൽ വന്ന് എനിക്കൊരു മാറ്റം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാൻ പറ്റും? അല്ലാതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടല്ല. അത് ദൈവം നോക്കിക്കോളും. അത് ദൈവത്തിൻ്റെ പണിയാണ്. ആ ദൈവത്തിൻ്റെ പണി നമ്മൾ ചെയ്യേണ്ട. ഇന്ന് രാത്രി വ്യക്തമായി പറയട്ടെ, കൃപയുടെ പെരുക്കം ജീവിതത്തിൽ ഉണ്ടെങ്കിലേ സഭയിൽ പ്രയോജനപ്പെടാൻ പറ്റുള്ളൂ. ഇത് കൃപമേൽ കൃപയാ, ഇത് സമർത്ഥമായ കൃപയാ. ഈ കൃപ ദൈവം പിശുക്കില്ലാതെ തരുന്നതാ. പക്ഷെ അത് പ്രാപിക്കാൻ ത്രിയേക ദൈവത്തിന്റെ മുൻപാകെ ചെല്ലണം. ഇനി അത് തന്നെയുമല്ല, അവിടെ പറയുന്ന രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ വിഷയത്തിലെ രണ്ടാമത്തെ കാര്യം അവിടെ നമ്മൾ വായിക്കുന്നത് 3-ാം വാക്യത്തിൽ, നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും പിന്നെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അവർ രണ്ടാമതൊരു വിശ്വാസി സഭയ്ക്ക് പ്രയോജനപ്പെടാൻ കൃപ അനുഭവിക്കുന്നവനാകണം. കൃപ മാത്രമല്ല, പിന്നെ എന്നാ വേണം? സമാധാനം. ഇതേത് സമാധാനം? രക്ഷിക്കപ്പെടുമ്പോൾ കിട്ടുന്ന സമാധാനം. രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് സമാധാനമില്ലായിരുന്നു. ആ സമാധാനം ദൈവത്തോടുള്ള സമാധാനം, ആ ദൈവവുമായി മുറിഞ്ഞുപോയ സമാധാനം, പുത്രന്റെ കാൽവരി ക്രൂശിലെ രക്തത്താൽ യുദ്ധമൊഴിഞ്ഞ സമാധാനമായി വിശുദ്ധമാം രക്തത്തിനാൽ നമ്മൾ പാടുന്നത് പോലെ അത് സാധിപ്പിച്ചു. പക്ഷേ അനുദിന ജീവിതത്തിൽ പാപം വന്നാൽ ആ സമാധാനത്തിന് വിഘ്നം സംഭവിക്കും. അതിനെയാണ് മലയാള ഭാഷയിൽ സാധാരണ പറയും, ഇപ്പം എനിക്ക് എന്നാ ഇല്ല. നമ്മൾ ചിലരോട് പറയും, ഒരു പാട്ട് പാട്, അല്ലെങ്കിൽ പാട്ട് തുടങ്ങ്. സഭയിലൊന്ന് പറയും, ഒരു വാക്ക് പറയും, എന്നാ പറയും? എനിക്ക് എന്നാ ഇല്ല. പ്രാഗൽഭ്യമില്ലാത്ത ആരും പറയണ്ട കേട്ടോ. എനിക്ക് എന്നാ ഇല്ല, എന്നാ പ്രാഗൽഭ്യമില്ല. ഈ പ്രാഗൽഭ്യം ഇല്ലാത്ത എന്തുകൊണ്ടാ? നിന്റെ ഉള്ളിൽ എന്താ ഇല്ല? ദൈവത്തോട് എന്തൊക്കെയോ കുഴപ്പമുണ്ട്, എന്തൊക്കെയോ കുഴപ്പമുണ്ട്. ജീവിതത്തിൽ എവിടേക്കോ പിശകുകളുണ്ട്. ദൈവം മുൻപാകെ ഇരിക്കാൻ കഴിയുന്നില്ല. പ്രാർത്ഥന ജീവിതമില്ല. പുറമേ നടിച്ചു നടക്കുന്നതാ. പക്ഷെ ഇന്ന് രാത്രി പറയട്ടെ, ഈ സമാധാനം അനുദിനം അനുഭവിച്ചാൽ മാത്രമേ സഭയിൽ പ്രയോജനപ്പെടുകയുള്ളൂ. ശരിയല്ലേ ചാ? അപ്പോസ്തലപ്രവൃത്തികൾ 9-ാം അധ്യായം 31-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അങ്ങനെ
യഹൂദ്യ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് എന്നാ ഉണ്ടായി? സമാധാനമുണ്ടായി. എങ്ങനെ? ഒരാൾ മാനസാന്തരപ്പെട്ടു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരുത്തൻ രക്ഷിക്കപ്പെട്ടു. ആര്? ശൗൽ ആരായി മാറി? ഒന്ന് ഉറക്കെ പറ. ശൗൽ ആരായി മാറി? പൗലോസായി മാറി. ശൗല് സഭയ്ക്ക് തലവേദനയായിരുന്നു. 8-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിലും ഒക്കെ സഭയെ പുള്ളി എന്നാ ചെയ്തു? മുടിച്ചു. അയ്യോ, ആ വാക്ക് പറയാൻ എനിക്ക് പേടിയാ. ഈ സഭയെ മുടിക്കാൻ ശ്രമിക്കുന്നത് പിശാചാ. ആ പിശാചിന്റെ പണി ചെയ്തു. നീ സഭയ്ക്കകത്ത് വഴക്കുണ്ടാക്കിയ പിണങ്ങണ്ട, ഉള്ളത് പറയാൻ പോവാ. നീ പിശാചിന്റെ പണിയാ ചെയ്യുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് വ്യക്തിപരമായ നഷ്ടം വന്നാലും നാം മുഖാന്തരം സഭയിൽ സമാധാനം ഉണ്ടാകണം. അല്പം കൂടെ കൃത്യമായിട്ട് പറയാൻ പോവാ. ശരിയായി രക്ഷിക്കപ്പെടാത്തവനാണ് നീ എങ്കിൽ നീ മുഖാന്തരം സഭയ്ക്ക് തലവേദന ഉണ്ടാവത്തുള്ളൂ. ശരിക്കും രക്ഷിക്കപ്പെടാത്തവർക്ക് മാത്രമേ സഭയിൽ തുടർച്ചയായി പ്രശ്നമുണ്ടാക്കാൻ പറ്റത്തുള്ളൂ. രക്ഷിക്കപ്പെട്ടവരിൽ നിന്ന് പ്രശ്നം വന്നേക്കാം, പക്ഷേ പ്രശ്നം വന്നു പോയാൽ അനുതാപത്തോടെ അവൻ ഏറ്റുപറയും. ശരിയല്ലേ? ഒരു ദൈവ പൈതലാണെങ്കിൽ, അതാ നേരത്തെ പറഞ്ഞ, എന്നും വേദോസം വായിക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്നും നിന്റെ കുഞ്ഞ് വേദോസം വായിക്കുന്നില്ലെങ്കിൽ, നീ വായിക്കുന്നില്ലെങ്കിൽ, നിന്റെ ഉറക്കം തുടർമാനമായി വരുന്നെങ്കിൽ ഒന്നെങ്കിൽ നീ ജഡികനാണ്, അല്ലെങ്കിൽ നീ രക്ഷിക്കപ്പെട്ടിട്ടില്ല. കാര്യം എന്നാ? കൊണപ്പെടാത്ത ഒത്തിരി എണ്ണ അതിനകത്തുണ്ട്. അതിലൊരു ഏകകമാണ്, അളവുകോലാണ്. ഒരുവൻ സഭയിൽ എന്ന് പറയുമ്പോൾ അവൻ സഭയിൽ സമാധാനം ഉണ്ടാക്കണം. അപ്പോസ്തലനായ പൗലോസ് ആകുന്നതിന് മുൻപ് ശൗൽ ജഗജില്ലിയായിരുന്നു, ശൂരനായിരുന്നു, വീരനായിരുന്നു. അവൻ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവനായിരുന്നു. പക്ഷേ യേശു അവന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ജീവിതത്തിന് സമൂലമായ മാറ്റമുണ്ടായി എന്ന് മാത്രമല്ല, ആ മനുഷ്യൻ മുഖാന്തരം ഒരു റീജിയനിലുള്ള, ഒരു മേഖലയിലുള്ള ദൈവസഭകൾക്ക് വലിയ സമാധാനമുണ്ടായി. അപ്പൊ സഭയ്ക്ക് പ്രയോജനപ്പെടുക എന്ന് പറഞ്ഞാൽ എന്നാ? സഭയ്ക്ക് എന്തായി തീരുക? സമാധാനം കൊടുക്കുക. സഭയ്ക്ക് സമാധാനം കൊടുക്കുക. ആ സമാധാനം കൊടുക്കണമെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാതെ ഇന്ന് രാത്രി പറ്റത്തില്ല. എൻ്റെ പിതാവിനെ പഠിപ്പിച്ചൊരു പാടാതാ. ഒരിക്കൽ ഞാൻ ഓർക്കുന്നൊരു സംഭവമുണ്ട്. സ്ഥലമൊന്നും ഞാൻ പറയുകയില്ല. അവിടെ എൻ്റെ പപ്പ ഇല്ലാത്തപ്പോൾ ഉണ്ടായൊരു പ്രശ്നം. പപ്പ വന്നപ്പം ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ വഴക്കുണ്ടാക്കാതിരിക്കണമെങ്കിൽ തോമാച്ചനത് ചെയ്തെന്ന് ഏറ്റെടുക്കണം. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പിതാവ് എഴുന്നേറ്റുന്ന സഭയിൽ ക്ഷമ പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കി എൻ്റെ അപ്പനോട്. അപ്പൻ സ്ഥലത്തില്ലായിരുന്നു. പിന്നെ എന്നാത്തിന് അത് ഏറ്റത്? അന്ന് എൻ്റെ പിതാവ് എന്നോടൊരു കാര്യം പറഞ്ഞു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന പ്രായമാണ്, തിരിച്ചറിവുണ്ട്. എടാ, ഞാൻ ചെറുതായാൽ കുഴപ്പമില്ല, പക്ഷെ ഞാൻ മുഖാന്തരം സഭയിലൊരു പ്രയാസമുണ്ടാകരുത്. എന്നിട്ട് ഒരു വാക്കൂടെ അദ്ദേഹം പറഞ്ഞു, നിൻ്റെ ജീവിതകാലത്തൊരിക്കലും നീ ഇത് മറക്കരുത്. നീ ഇല്ലാതായാലും നീ ഉൾപ്പെടുന്ന സഭയ്ക്ക് നീ പ്രശ്നമുണ്ടാക്കരുത്. ഈ നിമിഷം വരെ ഞാനത് പാലിക്കുന്നുണ്ട്. അനേകരോട് ഞാൻ ക്ഷമ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ പിതാവിനെ പഠിപ്പിച്ചൊരു പാഠമതാ. ഇന്ന് രാത്രി ഞാൻ വ്യക്തമായി പറയട്ടെ, അങ്ങ് ആരായിരുന്നാലും അങ്ങ് സഭയ്ക്ക് തലവേദനയാകരുത്. സമാധാനം കൊടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നീ സഭയ്ക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. നീ മറ്റെന്തെല്ലാം സഭയ്ക്ക് കൊടുത്താലും നീ സമാധാനം കൊടുക്കുന്നില്ലെങ്കിൽ നിന്നെ സഭയ്ക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. കാരണം സഭയുടെ കാന്തന് മറ്റൊരു പേര് കൂടെയുണ്ട്. അത് സമാധാനത്തിൻ്റെ പ്രഭുവെന്ന. ജീവിതത്തിൽ സമാധാനമില്ലാതെ എനിക്ക് മുന്നോട്ട് പോകണ്ട എന്ന നിരാശയോടെ ഇന്ന് രാത്രി പാപത്തെ വെള്ളം പോലെ ഊറ്റിക്കുടിച്ച് ജീവിതത്തിൽ നട്ടം തിരിയുന്ന ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, കാൽവറിയുടെ ക്രൂശിൽ ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ ചൊരിയപ്പെട്ട തങ്കച്ചോര മുഖാന്തരം ദൈവത്തോട് നിരപ്പ് പ്രാപിപ്പാൻ, സമാധാനം പ്രാപിപ്പാൻ ഇന്ന് രാത്രി നിനക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയും. യേശുവിൻ്റെ അടുക്കലേക്ക് വരണം. പാപങ്ങൾ ഏറ്റുപറയണം. സമാധാനത്തിന്റെ പ്രഭുവിനെ ജീവിതത്തിലേക്ക് വിളിക്കണം. ഞാൻ പാപിയാണെന്ന് സമ്മതിക്കണം. ജീവിതത്തിൽ യേശുവിനെ മാത്രം ഏക കർത്താവും ഏക രക്ഷിതാവും ഏകദൈവവുമായി സ്വീകരിക്കണം. അങ്ങേക്ക് സമാധാനമുള്ള ജീവിതത്തിലേക്ക് വരാനായിട്ട് പറ്റും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ,
അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ? അതിൻ്റെ അർത്ഥം ഇതാ: സമാധാനം ഉണ്ടാക്കണമെങ്കിൽ സമാധാന പ്രഭുവിൻ്റെ മക്കളായിരിക്കണം, അതാണ് ദൈവമക്കളായിരിക്കണം. ഈ ദൈവമക്കളിൽ നിന്ന് സമാധാനക്കേട് ദൈവം എന്ത് ചെയ്യുന്നില്ല? പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് ഒരു ദൈവവൈതലിൽ നിന്ന് സമാധാനം മാത്രമേ ഉണ്ടാകാവൂ. ആ സമാധാനം ഉണ്ടാക്കുമ്പോൾ നീ ദൈവ പൈതലാണ് എന്ന് ലോകം മനസ്സിലാക്കും. അതാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ വായിക്കുന്നു 1 കൊരിന്ത്യർ 7:15, എന്നാൽ സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. സമാധാനത്തിൽ ജീവിക്കാനാണ് വിളിച്ചത്. ഇനി ഒരു വാക്യം കൂടെ പറയട്ടെ. 1 കൊരിന്ത്യർ 14:33 വരുമ്പോൾ നമ്മുടെ ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല, പിന്നെ സമാധാനത്തിൻ്റെ ദൈവം അത്രേ. ഇന്ന് രാത്രിയിൽ സഭയിൽ പ്രയോജനപ്പെടാൻ ഇതൊക്കെ ഒന്ന് ഓർത്താൽ മതി. എന്ത്? ഞാൻ മുഖാന്തരം എന്തുണ്ടാവരുത്? യാതൊരു അസന്തുഷ്ടിയും, ഞാൻ മുഖാന്തരം യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാൻ ഇടയാകരുത്. ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാപിക്കുന്ന സമാധാനം കൊണ്ട് ഞാൻ ഉൾപ്പെടുന്ന സഭയ്ക്ക് എൻ്റെ ജീവിതത്തിലൂടെ വലിയ സമാധാനം കൊടുക്കാനായിട്ട് സാധിക്കണം. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, പ്രിയ സഹോദര, എൻ്റെ പ്രിയ സഹോദരി, നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ സഭയിൽ സമാധാനക്കേട് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ദൈവദാസന്മാരുടെ കണ്ണ് നീ നനച്ചിട്ടുണ്ടോ? കൂട്ട് സഹോദരനോടോ സഹോദരിയോടോ അവർ വിമ്മിക്കറിയുവാൻ കാരണമായി നീ തീർന്നിട്ടുണ്ടോ? എന്നിട്ട് കാലങ്ങൾ കഴിയുമ്പോൾ മറന്നുപോയി നീ അങ്ങനെ പോകുമെന്ന് വിചാരിക്കുകയാണോ? ഇന്ന് രാത്രി നീ സഭയ്ക്ക് പ്രയോജനപ്പെടണമെങ്കിൽ അതിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് ആ സമാധാനത്തിന് ദൈവം വെച്ച വ്യവസ്ഥയിലേക്ക് വരുവാൻ കഴിയാതെ നിനക്ക് പ്രയോജനപ്പെടാൻ പറ്റത്തില്ല. അപ്പോൾ പ്രയോജനപ്പെടണമെങ്കിൽ രണ്ടാമത്തെ വിഷയം നാം വായിച്ച 3-ാം വാക്യത്തിലാണ്. എന്ത്? ദൈവകൃപയും ദൈവത്തിൻ്റെ സമാധാനവും ധാരാളമായിട്ട് അനുഭവിക്കണം. 3-ാമത്തെ വിഷയം 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലാണ്. 1-2 വാക്യം ഒന്ന് വായിച്ചാട്ടെ. അതിലൊരു പ്രയോഗത്തിലാണ് നമുക്ക് 3-ാമത്തെ കാര്യം എങ്ങനെ പ്രയോജനപ്പെടാം സഭയിൽ എന്നതിൻ്റെ 3-ാമത്തെ ബോധ്യം നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒന്ന് വായിച്ചാട്ട് ബ്രദറെ. അതിൻ്റെ 2-3 വാക്യങ്ങൾ എല്ലാം വേണ്ട, പക്ഷെ ഒന്ന് വായിച്ചാട്ടെ. കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ. മതി. അവിടെ നമ്മൾ വായിക്കുന്നു 1-ാം വാക്യത്തിലും 2-ന്റെ ആദ്യ ഭാഗത്തും കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് പിന്നെ ക്രിസ്തുയേശുവിൽ നമ്മൾ ആരാണ്? വിശുദ്ധീകരിക്കപ്പെട്ടവർ. ഈ ബോധം നമുക്കുണ്ടാവണം. ഞാൻ ചിലപ്പോൾ ഈ പിള്ളേരെയൊക്കെ വഴക്ക് പറയാൻ നേരത്തെ ഇതിൽ കൂടി പോകുമ്പോൾ അമ്മ എന്നോട് പറയുന്നൊരു വാക്കുണ്ട്, എടാ നീ ആരാന്ന് മറക്കരുത്. നീ ആരാന്ന് മറന്ന കുഴപ്പമെന്നാ? പെശക. ഇവിടെ കർത്താവിൻ്റെ ആത്മാവ് ഒരു വിശ്വാസി സഭയ്ക്ക് പ്രയോജനപ്പെടണമെങ്കിൽ അവൻ ഓർക്കേണ്ടുന്ന വസ്തുതയായി 2-ാം വാക്യം തുടങ്ങുമ്പോൾ പറയുന്നു, ക്രിസ്തുയേശുവിൽ നമ്മൾ ആരാണ്? വിശുദ്ധീകരിക്കപ്പെട്ടവരാ. കാൽവറിയിലെ ക്രൂശിലെ രക്തത്താൽ പാപക്കറകൾ കഴുകി. ഇന്ന് രാത്രി അത് പ്രാപിക്കാത്ത ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ക്രൂശിൽ യേശു രക്തം ചൊരിഞ്ഞത് നിങ്ങളുടെ പാപത്തിന്റെ കറ മാറ്റിക്കളയാനാ. അല്പം കൂടെ കടത്തി പറയട്ടെ, വിശ്വാസികൾ ഓർക്കേണ്ടത് നമ്മൾ എപ്പോഴും വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് എന്ന ബോധ്യമുണ്ടെങ്കിൽ പാപം വരാതെ വിശുദ്ധിയിൽ തുടരുമ്പോൾ ദൈവത്തിന് പ്രയോജനപ്പെടുന്നവരായി തീരുവാൻ സാധിക്കും. ഇതെല്ലാ കാലഘട്ടത്തിലും ബാധകമാണ്, പുതിയ നിയമത്തിലും ബാധകമാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വായിച്ചതുപോലെ ഈ പറയുന്ന 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ആരംഭിക്കുമ്പോൾ കൊരിന്തിലുള്ള ദൈവസഭയ്ക്കെന്ന് പറഞ്ഞിട്ട് അടുത്ത വാചകത്തിൽ ക്രിസ്തുയേശുവിൽ ആരാണ്? വിശുദ്ധീകരിക്കപ്പെട്ടവരാണെന്ന് പറയുന്നത്. പഴയ നിയമത്തിലേക്ക് വരിക, നമുക്ക് ഒരു വാക്യം മാത്രം നോക്കാം. ലേവ്യ പുസ്തകം 11-ാം അധ്യായം അതിന് 44-ാം വാക്യം. അതിന് 2 വാക്യം കൂടെ നോക്കണം. ആ 3 വാക്യം ഒന്ന് വായിച്ചങ്ങ് പോകാം. ഒന്നെടുക്കാമോ ബ്രദറെ? ഞാൻ ആദ്യത്തെ വാക്യം വായിക്കാം. അങ്ങ് 19-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം ലേവ്യ പുസ്തകം വായിക്കണം. 11:44 ഞാൻ വായിക്കാം. അവിടെ എന്താ വായിക്കുന്നത്? ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച്
വിശുദ്ധന്മാരായിരിക്കണം. അതെ, 19-ന്റെ 1-2 വാക്യം ഒന്ന് വായിച്ചാട്ടെ. ലേവ്യ പുസ്തകം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, മതി, 2-ാം വാക്യം, 19-ന്റെ 2. നീ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. 1-ാം വാക്യം 19-ാം അധ്യായം ലേവ്യ പുസ്തകത്തിൽ വരുമ്പോൾ തുടങ്ങുന്നത് ഇങ്ങനെയാ: യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്. അതിന് 2 അർത്ഥമുണ്ട്. ഒന്ന്, മുൻപും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര പ്രാവശ്യം പറഞ്ഞു അല്ലേ? മുൻപും ദൈവം നമ്മളോട് എത്ര പ്രാവശ്യം പറഞ്ഞു? സഭയ്ക്കകത്ത് വിശുദ്ധീകരിക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യത്തോടെ ജീവിക്കാൻ, ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകണമെന്ന വിഷയം ഇന്ന് ആദ്യമായിട്ടല്ല കേൾക്കുന്നത്. ദൈവം തമ്പുരാൻ പിന്നെയും ഇന്ന് രാത്രി പറയുകയാ. ഞാനത് വിശദീകരിക്കുന്നില്ല. തന്നെയുമല്ല, 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോവ പിന്നെയും മോശയോട് ദൈവം നേരിട്ട് പറഞ്ഞു. ഇനി ഞാൻ വിശദീകരിക്കാതെ പറയാം സമയപരിധിയിൽ. അതിൻ്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നു, ആരോട് പറഞ്ഞു? നീ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും എന്ത് ചെയ്യണം? പറയേണ്ടുന്നത് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ സഭയിലുള്ള എല്ലാവർക്കും ഇത് ബാധകമാണ്. ആർക്കും ഇതിൽ നിന്ന് എന്തില്ല? യാതൊരു അപ്പം നമ്മുടെ ചിന്ത എന്താ? എല്ലാവരും നന്നായിട്ട്, ഈ സഭയിൽ ആരും കൊള്ളത്തില്ലെന്നാ. എൻ്റെ സഭയിൽ ആകപ്പാടെ ഒരു വിശുദ്ധനുണ്ടെങ്കിൽ ആരേ ഉള്ളൂ? അത് ഞാനാ. ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പോക്കാം. അയാളും കൊള്ളുകയില്ല, ഇയാളും കൊള്ളുകയില്ല, ഉപദേശിയും കൊള്ളുകയില്ല, മൂപ്പനും കൊള്ളുകയില്ല, വിശ്വാസിയും കൊള്ളുകയില്ല. ആകപ്പാടെ കുറ്റവും കുറവില്ലാത്തൊരു ഒറ്റയാളുണ്ടെങ്കിൽ അത് തന്നെയാണ് നിന്റെ കുറ്റം. നീ ശരിയല്ലെന്നുള്ളതിന് 1-ാമത്തെ തെളിവത. മറ്റുള്ള എല്ലാവരും കുറ്റക്കാരും, നീ മാത്രം സ്വയം നീതീകരണവും. പക്ഷെ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇസ്രായേൽ സഭയെ സാക്ഷ്യം നിർത്തി നമ്മളോട് പറയുകയാ, അല്ലയോ മോശെ, നീ നിന്നോട് മാത്രം പറഞ്ഞാൽ പോരാ, നീ ഇസ്രായേലിൻ്റെ സർവ്വസഭയോടും പറയണം. എന്നാ പറയണം? അതാണ് 11-44 വാക്യം കുറച്ചുകൂടെ ക്ലിയർ ആണ്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. അപ്പം അതിൻ്റെ മുദ്ര എന്താ? മേൽവിലാസം എന്നാ? ആരുടെ ആധികാരികതയിലാ? യഹോവ എന്ന നാമത്തിൻ്റെ. സ്തോത്രം. വീണ്ടും പറയുകയാ, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ എന്നാ ചെയ്യണം? നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കണം. നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കണം. എൻ്റെ ചോദ്യം, ലേവ്യ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്താ? അവിടെ ഒരു ഉത്തരമുണ്ട്. എന്താണ് ലേവ്യ പുസ്തകത്തിൻ്റെ പ്രത്യേകത? ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പ്രത്യേകത, ഇറ്റ്സ് എ ബുക്ക് ഓഫ്, ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുന്നവരും പഠിപ്പിച്ചവരൊക്കെ ഉണ്ട്, എന്നേക്കാൾ ശ്രേഷ്ഠരായവരുണ്ട്. ഇറ്റ്സ് എ ബുക്ക് ഓഫ് ബിഗിനിങ് ഓർ ക്രിയേഷൻ. അത് തുടക്കങ്ങളുടെ, ആരംഭങ്ങളുടെ, സൃഷ്ടിയുടെ പുസ്തകമാണ്. പുറപ്പാട് പുസ്തകം വീണ്ടെടുപ്പിന്റെ പുസ്തകമാണ്. ലേവ്യ പുസ്തകം ബുക്ക് ഓഫ് അഡോറേഷൻ ഓർ വർഷിപ്പ്, ആരാധനയുടെ പുസ്തകമാണ്. ഉൽപ്പത്തിയിൽ ദൈവം മനുഷ്യനെ തുടക്കം കുറിക്കുന്നു. ആ പുസ്തകത്തിൽ തന്നെ പാപം ചെയ്തവൻ വീണുപോകുന്നു. പുറപ്പാട് പുസ്തകത്തിൽ ദൈവ കുഞ്ഞാടിന്റെ രക്തത്തെ ചൂണ്ടിക്കാണിക്കുന്ന പെസഹ കുഞ്ഞാടിന്റെ രക്തത്താൽ അവരെ വീണ്ടെടുത്ത് കനാനിലേക്ക് കൊണ്ടുവരുന്നു. കനാൻ സ്വർഗത്തിന് നിഴലല്ല, ആത്മീയ ജീവിതത്തിന്റെ ഉയർന്ന നിഴല. എന്നാൽ ലേവ്യ പുസ്തകം ആരാധനയുടെ പുസ്തകമാണ്. ആരാധിക്കാൻ ഇസ്രായേൽ വന്നു നിൽക്കുകയാ. ആരാധിക്കാൻ നിൽക്കുന്ന ഇസ്രായേലിനോട് സ്വർഗത്തിലെ തമ്പുരാൻ പറയുകയാ, ആരാധിക്കാൻ വരുന്നത് കൊള്ളാം, പക്ഷെ ഓർത്തോണം, ഞാൻ വിശുദ്ധനായ ദൈവമാണ്. ഞാൻ വിശുദ്ധനായത് കൊണ്ട് നിങ്ങൾ എന്നെ ആരാധിക്കാൻ വരുമ്പോൾ നിങ്ങൾ ആരാധിക്കണം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, സഭയിൽ നന്നാകാൻ ഇത് വളരെ വ്യക്തമായിട്ട് ഓർക്കേണ്ടുന്ന വിഷയമാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലേക്ക് വരുമ്പോൾ, 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അതിൻ്റെ 3-ാം വാക്യത്തിൽ സ്വർഗത്തിലെ തമ്പുരാൻ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ, നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഇന്ന് രാത്രി സമയപരിധിയിൽ ഞാൻ വേഗത്തിൽ ഓടി ഇങ്ങനെ പറയട്ടെ, മറ്റൊന്നും പറയുവാൻ എൻ്റെ മുമ്പിൽ സമയം അനുവദിക്കുന്നില്ല. ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാ. ഇങ്ങനെ വ്യക്തമായി പറയാം, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ സഭയിൽ പ്രയോജനപ്പെടണം. അങ്ങനെ പ്രയോജനപ്പെടണമെങ്കിൽ അവൻ ഓർക്കേണ്ടുന്നൊരു കാര്യമുണ്ട്. ഞാൻ ആരാ? ഞാൻ വിശുദ്ധനാ, ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടവനാ.
ഈ വെളിപ്പാട് പുസ്തകം അവസാനിപ്പിക്കുന്ന ഒരു വാക്യം, 2 വാക്യങ്ങൾ പറഞ്ഞ് ബാക്കിയെല്ലാം ഞാൻ വിടുകയാണ്. എനിക്ക് നൽകുന്ന സമയപരിധി ഇവിടെ തീരുന്നു. അതുകൊണ്ട് ഞാൻ 2 വാക്യങ്ങൾ മാത്രം ഒന്ന് പറയാം. ഒന്നെടുത്തോട്ടെ, എല്ലാവരും എടുക്കണേ. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം, അതിൻ്റെ 11, 12 വാക്യങ്ങൾ. അവിടെ നമ്മൾ എന്താ വായിക്കുന്നത്? 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും കൂടെ ചേർന്നൊന്ന് വായിച്ചാട്ടെ. നമ്മൾ വായിക്കുന്നു, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, പിന്നെ നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. എന്ന് പറഞ്ഞാൽ അഴുക്കുള്ളവൻ ഇനി അഴുക്കാകാനല്ല, നല്ല മലയാളത്തിൽ പറഞ്ഞാൽ വേണമെങ്കിൽ നന്നായിക്കൊന്ന. ചില പിള്ളേർ പറഞ്ഞാൽ കേൾക്കാതെ വരുമ്പോൾ നമ്മൾ എന്നായി, നീ എന്തേലും അങ്ങ് ചെയ്യ്, കാണിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? നീ എന്തേലും ചെയ്യാനല്ല, എടാ നീ നന്നാകാൻ എത്ര പറഞ്ഞിട്ടും നന്നാകുന്നില്ല. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം ദൈവസഭയിലെ വിശ്വാസികളോട് വളരെ വ്യക്തമായിട്ട് പറയുന്ന ആഹ്വാനമാണ്, അനീതി ചെയ്യരുത്, അഴുക്കുള്ളവനിനി അഴുക്ക് ചെയ്യരുത്, എന്നാൽ നീതിമാനിനി വിശുദ്ധീകരിക്കട്ടെ, വിശുദ്ധനിനി തന്നെ വിശുദ്ധീകരിക്കട്ടെ, തന്നെത്താൻ അവൻ സൂക്ഷിക്കുന്നവനാകണം. അതാണ് 1 യോഹന്നാൻ. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല. അതിൻ്റെ വിശദീകരണം മറ്റൊന്നാണ് ഞാൻ അങ്ങോട്ടേക്ക്. പക്ഷെ അവിടെ ഒരു കാര്യം പറയുന്നു, അവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. ഇന്ന് രാത്രി സഭയിൽ ജീവിക്കുമ്പോൾ ആരെയും കുറ്റം പറയാൻ നമുക്ക് അവകാശമില്ല. കാര്യം എന്നാ? ഇത് തന്നെത്താൻ ചെയ്യേണ്ടതാ, അല്ലേ? ഇത് തന്നെത്താൻ ചെയ്യേണ്ടതാ. അഴുക്ക് കണ്ടാൽ അഴുക്കാണെന്നും, അശുദ്ധി കണ്ടാൽ അശുദ്ധിയാണെന്നും, പാപം കണ്ടാൽ പാപമാണെന്നും, ഇത് ചെയ്യരുതാത്തതാണെന്നും അറിയാവുന്ന വിശ്വാസി മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടോ സ്വയമോ പാപം ചെയ്തിട്ട് എന്തിനും മറുപടം അന്വേഷിക്കുന്നുവെന്ന ആശയമാണ് അവിടെയുള്ളത്. അവിടെ വ്യക്തമാക്കുന്നു, ഈ ബോധ്യം തന്നു വിട്ടിരിക്കെ ഞാനും നിങ്ങളും നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് നാം നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം. അതുകൊണ്ട് ഇന്ന് രാത്രി എന്തെങ്കിലും ഒരു ഒഴിവ് കഴിവ് പറയുന്നുണ്ടെങ്കിൽ അതിന് ഇന്ന് രാത്രി ദൈവം അതിനെ മുനയൊടിക്കുകയാണ്. ഈ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കൂട്ടമായിട്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും കൂടെ അങ്ങനെ ന്യായാസനത്തിൽ വിളിച്ചാൽ നമുക്കൊക്കെ പുറകിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തള്ളിയിട്ടിട്ടാണെങ്കിലും പുറകിൽ കയറി കയറും, ഇല്ലേ? അല്ലയോ? പക്ഷെ എങ്ങനെയാ സ്വർഗത്തിൽ? അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. അന്ന് ജീവിതത്തെ പരിശോധിക്കാനായിട്ട് പോവുകയാ. സഭയിൽ പ്രയോജനപ്പെട്ടോ എന്ന് നോക്കാൻ പോവാ. വിലയുള്ള ദൈവത്തിൻ്റെ പുത്രന്റെ വില നിർണ്ണയിക്കാത്ത രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയിൽ നീ എങ്ങനെ ജീവിച്ചുവെന്ന് ദൈവം പരിശോധിക്കാൻ പോവാ. അതാണ് 11-ാം വാക്യം. ആട്ടെ, ഈ 12-ാം വാക്യം കൂടെ, ഈ 11-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. എന്നതാ? അനീതി ചെയ്യുന്നവൻ ഇനിയും ഒന്ന് ഉറക്കെ അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവനിനെയും അഴുക്കാടട്ടെ, നീതിമാനിനെയും നീതി ചെയ്യട്ടെ, വിശുദ്ധനിനെയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. എന്തുകൊണ്ട്? 12-ാം വാക്യം അതിന് ഉത്തരമാ. ഇതാ ഞാൻ, പ്രൈസ് ദി ലോർഡ്, കർത്താവ് വരുന്നെന്നൊക്കെ പറഞ്ഞ അവന് ഇയാളെന്തിനാ ഇങ്ങനൊക്കെ പറയുന്നത്? പണ്ടൊരാൾ പറഞ്ഞു, എന്തിനാ ഈ പേടിപ്പിക്കുന്നത് ഉള്ളത് പറഞ്ഞതാ. ഇത്രയും ആഹ്വാനം എന്നാത്തിനാ തരുന്നേ? പറ, എന്നാത്തിനാ? ചോദിച്ചായോ എന്നാത്തിനാ? അതാ 12-ാം വാക്യം. എന്നാ? കർത്താവ് പറയും, ഇതാ ഞാൻ വേഗം വരുന്നു. എന്നിട്ട് പറയുന്നു, അവിടെ തീർത്തില്ല, ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ എൻ്റെ പക്കൽ എന്നാ ഉണ്ട്? പ്രതിഫലമുണ്ട്. ദൈവത്തിൻ്റെ സഭയിൽ വിശുദ്ധിയോടെ ജീവിക്കാതെ പ്രയോജനപ്പെടാൻ പറ്റത്തില്ല. ഞാൻ വളരെ വ്യക്തമായ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ദൈവത്തിന് നമ്മുടെ മിടുക്കൊന്നും വേണ്ട. വേണം? അങ്ങനെയാണെങ്കിൽ കർത്താവ് ഈ മുക്കോന്മാരെ ഒന്നും വിളിക്കത്തില്ലായിരുന്നു. ലോകത്തിൽ കുലഹീനമായതിനെ, അല്ലയോ, നികൃഷ്ടമായതിനെ, ബലഹീനമായതിനെ, ഏതുമില്ലാത്തതിനെ, അറയ്ക്കപ്പെട്ടതിനെ, ലോകത്തിൽ നികൃഷ്ടമായതിനെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ആഗ്രഹിക്കുന്നത് അവിടുത്തെ തികവിനാൽ നമ്മെ തികവുള്ളവരാക്കി തീർത്ത് ദൈവത്തിനും മനുഷ്യർക്കും സഭയ്ക്കും പ്രയോജനമുള്ളവരാക്കി തീർക്കണമെന്നാ. അത് തന്നെയാ. ഇന്ന് രാത്രി പരിമിതി ഉണ്ടെങ്കിലും വിഷമമൊന്നും വേണ്ട. കാര്യം എന്നാ?
ആ പരിമിതി അറിഞ്ഞുകൊണ്ട് തന്നെയാ ദൈവം നമ്മളെ വിളിച്ചേക്കുന്നത്. സ്തോത്രം, സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് പറയുകയാ, വിശുദ്ധീകരിക്കപ്പെടുവാനുള്ള കാരണം അതാണ് 12-ാം വാക്യം. ഇതാ ഞാൻ വേഗം വരികയാ. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാനുള്ള പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഇന്ന് രാത്രി ദൈവസഭയോട് വളരെ വ്യക്തമായി പറയട്ടെ, വിശ്വാസികളോട് പറയട്ടെ, സഭയിൽ പ്രയോജനപ്പെടണം. ഇന്ന് രാത്രി ഇവിടുന്ന് പോകുന്നതിന് മുൻപ് അവരവർ, മറ്റൊരാളുടെ കാര്യമല്ല, ഒരു നിമിഷം കണ്ണുകളൊന്ന് അടച്ചാട്ടെ. ഒരു നിമിഷം. എന്നിട്ട് എന്നോട് ചേർന്ന് ഞാൻ പറയുന്നതിനൊരു ചിന്ത നിങ്ങളുടെ ഹൃദയത്തിൽ വരട്ടെ. രക്ഷിക്കപ്പെട്ട് എത്ര വർഷമായെന്ന് അവരവരൊന്ന് കണക്ക് കൂട്ടാം. പക്ഷെ ഇന്ന് രാത്രി നീ രക്ഷിക്കപ്പെട്ടിട്ടുള്ള വർഷങ്ങളുടെ എണ്ണത്തിലെങ്കിലും അത്രയെങ്കിലും നിനക്കൊരു പ്രയോജനം സഭയിൽ കൊടുക്കുവാൻ കഴിഞ്ഞു. പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിനക്ക് നിന്റെ സഭയിൽ പ്രയോജനപ്പെടാൻ കഴിയേണ്ടതിന് നീ ഓർത്തുവെക്കേണ്ടുന്ന പദം നീ മറക്കരുത്. അത് ദൈവത്തിൻ്റെ സഭയാണ്. സ്തോത്രം. എൻ്റെ കർത്താവേ, ഞാൻ ഇത്രയും നാളും എൻ്റെ സഭയുടെ കുറ്റമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയല്ലെന്നും അതിലെ ആളുകൾ കുറവുള്ളവരാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാത്രി ഞാൻ ഒന്നറിയുന്നു, അതിലേറ്റവും വലിയ കുഴപ്പം എൻ്റേതാ. കർത്താവേ, എൻ്റെ കുറവ് കൊണ്ടാ എനിക്ക് ശരിയാകാൻ പറ്റാതെ പോയത്. കർത്താവേ, എന്നിൽ നിന്ന് നീ പ്രതീക്ഷിക്കുന്നത് മികച്ച ജോലിയല്ല, എന്നിൽ നീ പ്രതീക്ഷിക്കുന്ന എൻ്റെ സാമ്പത്തികമല്ല, കർത്താവ് എൻ്റെ ഭൗതികമായ യാതൊരു വിഷയവുമല്ല. ഞാനായിരിക്കുന്ന സഭയിൽ എനിക്ക് എന്തെല്ലാം ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ കഴിയുമോ അതെല്ലാം ചെയ്യുവാൻ തക്കവണ്ണം എന്നെ ആക്കിയ സഭയോട് ഒരു വലിയ സ്നേഹം ഇന്ന് രാത്രി എനിക്ക് തരണമേ. കർത്താവേ, ഞാൻ കുറ്റം പറയുന്ന സ്വഭാവം ഇന്ന് രാത്രി എനിക്ക് അവസാനിപ്പിക്കണം. കാരണം അത് അങ്ങയുടെ ചോരയാൽ സമ്പാദിച്ചതാ. ഞാൻ കഴിഞ്ഞ നാളുകളിൽ ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഞാൻ സംസാരിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാത്രി നിന്റെ കൃപയുള്ള കണ്ണുകളാൽ എന്നെ കാണണമേ. സഭയുടെ നടുവിൽ നടക്കുന്ന കർത്താവ് എന്നെ അറിയുന്നുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ കർത്താവേ, എൻ്റെ അശുദ്ധിയെല്ലാം നിനക്കറിയാം. എന്നാൽ ഇന്ന് രാത്രി അതെല്ലാം ഞാൻ സമ്മതിക്കുക. അങ്ങേ ആരാധിപ്പാനുള്ള വിശുദ്ധി, അങ്ങയുടെ മുൻപാകെ സഭയിൽ പ്രയോജനപ്പെടേണ്ടതിനുള്ള വിശുദ്ധി, ആ വിശുദ്ധിയിൽ എന്നെ തികയ്ക്കുവാൻ ഞാൻ ആ കൃപാസനത്തിൽ വീണ് കെഞ്ചുവാ. കർത്താവേ, എന്നോട് കരുണ കാണിക്കണമേ. കർത്താവേ, കഴിഞ്ഞകാല പാപങ്ങളെ ഓർക്കല്ലേ. എനിക്ക് പ്രയോജനം ഇനിയുള്ള നാളുകളെങ്കിലും എനിക്ക് ചിലത് നിനക്ക് വേണ്ടി ചെയ്യുവാൻ, എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുവാൻ തക്കവണ്ണം നിന്റെ വചനത്തെ സ്നേഹിപ്പാൻ എന്നെ സഹായിക്കണേ. എൻ്റെ സഭ എത്ര ചെറുതുമാകട്ടെ, എത്ര വലുതുമാകട്ടെ, അതിലെത്ര പേരുണ്ടെന്നുള്ളതല്ല കർത്താവേ. ഇന്ന് രാത്രി അതങ്ങയുടെ വിലയാ, അങ്ങയുടെ സ്നേഹമാ, അങ്ങയുടെ മുദ്രയാ അതിൻ്റെ മുകളിലുള്ളത്. എൻ്റെ സഭ എനിക്ക് ഏറ്റവും വലുതായി തീരുവാൻ, അങ്ങേ ആദരിക്കുന്നതിൻ്റെ ഭാഗമായി ഞാനതിനെ സ്നേഹിപ്പാൻ ഇന്ന് രാത്രി എനിക്കൊരു കൃപ, എൻ്റെ കണ്ണിനെ ഒന്ന് തുറന്ന് കഴിഞ്ഞകാല ജീവിതങ്ങളിൽ നിന്ന് എനിക്കിന്ന് രാത്രി ഒരു വലിയ മാറ്റം തരണേ കർത്താവേ. ഇന്ന് രാത്രി എത്ര പേർക്കത് പ്രാർത്ഥിക്കാൻ പറ്റും? നിന്റെ സഭയെ നീ ഒത്തിരി സ്നേഹിക്കുക. നിനക്ക് ചെയ്യാവുന്ന എല്ലാ നന്മയും അതിന് ചെയ്യുക. നീ അതിനു വേണ്ടി കണ്ണുനീരൊഴുക്കുക. നിന്റെ സഭയിൽ തെറ്റായ ഒരു കാര്യമുണ്ടോ, സഭയുടെ കാന്തനോട് നീ കണ്ണുനീരോട് പറയുക. അത് കർത്താവ് ക്രമീകരിക്കുന്ന വിഷയമാ. നീ മനുഷ്യനോട് പറയുന്നത് അവസാനിപ്പിക്കുക. ഇന്ന് രാത്രി കൃപാസനത്തിലേക്ക് വരിക. ആ കർത്താവ് സ്നേഹത്തോടെ നമ്മളെ വിളിക്കുക. നാളെ രാത്രിയിലും മറ്റന്നാളും കർത്താവ് ഇടപെടുമ്പോൾ ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിനൊരു മാറ്റമുണ്ടാക്കുവാൻ മുഖാന്തരമാകട്ടെ. ഈ ദേശത്തോട്, സഭകളോട് കർത്താവ് ഇടപെടട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവസഭകളോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ശുഭരാത്രി. ദൈവനാമത്തിന്